الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മനുഷ്യർക്ക് ഏറ്റവും വലിയ പ്രയാസവും ബുദ്ധിമുട്ടും അമൽ ചെയ്യലാണ്. പ്രസംഗിക്കൽ ഒരു ഈസിയുള്ള കലയാണ് പ്രസംഗിക്കാൻ പഠിച്ചവർക്ക്. ആ കല രസിക്കാൻ താല്പര്യമുള്ളവർക്ക് രസകരവുമാണ്. മണിക്കൂറുകളോളം പറയുകയും ചെയ്യാം, കേട്ടിരിക്കുകയും ചെയ്യാം. പക്ഷെ രണ്ട് കൂട്ടക്കാരും പരാജയപ്പെടുന്നത് ആ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നെടുത്താണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. പറച്ചലിലും കാര്യമില്ല, കേൾക്കലിലും കാര്യമില്ല, അത് അമലിലില്ലെങ്കിൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഉപകാരപ്രദമല്ലാത്ത അറിവിനെ രണ്ട് തരത്തിലാണ് ഉലമാക്കൾ വ്യാഖ്യാനിച്ചത്. അതിനൊന്ന്, ദുന്യവിയായ ജീവിതത്തിൽ അയാൾക്ക് യാതൊരു ഉപകാരവും നൽകാത്ത അറിവ്. അത് നേടാനുള്ള അവൻ്റെ അധ്വാനം, അവൻ്റെ സാമ്പത്തികം, അവൻ്റെ സമയം ഇതൊക്കെ നഷ്ടമാണ്. അതിൽ നിന്നും കാവൽ തേടണം അല്ലാഹുവോട്. രണ്ടാമത്തേത്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചു, പക്ഷെ അതൊന്നും ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ ഇൽമ് നാഫി അല്ല എന്നതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ദീനിയായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പം അത് അമലിൽ കൊണ്ടുവരാൻ നിയ്യത്ത് ചെയ്യണം. കാരണം നിയ്യത്തിന് കൂലിയുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹു തആലയോട് മകൻ അബ്ദുല്ലാ റഹ്മഹുല്ലാ ചോദിച്ചു, ബാപ്പ എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോനെ, നീ നന്മകൾ ചെയ്യാനുള്ള നിയ്യത്ത് വെക്കും. നിനക്ക് അഥവാ അത് സാധിച്ചിട്ടില്ലെങ്കിലും അതിന്റെ കൂലി എനിക്ക് കിട്ടും, നല്ല നിയ്യത്താണെങ്കിൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഓരോരുത്തരും എന്താണോ കരുതുന്നത് അത് അവന് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമലിൽ കൊണ്ടുവരണം. നമ്മൾ യാത്രക്കാരാണ്, ആഖിറത്തിലേക്കുള്ള യാത്രക്കാരാണ്. അങ്ങോട്ട് ആര് പോകുന്നില്ല എന്ന് പറഞ്ഞാലും പിടിവാശി പിടിച്ചാലും പോയേ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ദുനിയാവ് നമ്മളെ ചതിച്ച് വഞ്ചിച്ച് പൂട്ടി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ നഫ്സിനെ, നമ്മുടെ ജീവിതത്തിനെ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലേ, ലാ തഖുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. ദുനിയാവിന്റെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഖുറന്നകും ബില്ലാഹിൽ ഗറൂർ. വഞ്ചിക്കുന്ന ഒരു സംഗതിയും അള്ളാഹുവിൽ നിന്നും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ആ ചതിയിൽ അകപ്പെട്ടു പോയാൽ തോറ്റോനാണ്, പരാജയപ്പെട്ടോനാണ്. നിർബന്ധമായും ഈ ദുനിയാവെന്ന് പോവേണ്ടി വരുമെന്ന് ഉറപ്പുള്ളവർ ആ പോകുന്ന സമയത്ത് കൊണ്ടുപോകാനുള്ള സാമഗ്രികൾ കരുതിയിരിക്കൽ നിർബന്ധമാണ്. ഏറ്റവും വലിയ ബുദ്ധിമാൻ, തലച്ചോറിനെ ഉപയോഗപ്പെടുത്തിയവൻ, ഒരിക്കലും തീരാത്ത ആ ലോകത്തേക്കുള്ള യാത്രക്കുള്ള സാമഗ്രികളെ ഈ അവസരത്തിൽ ഉണ്ടാക്കി വെക്കുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അൽ കയ്യിസ്, അൽ കയ്യിസ്, തലച്ചോറ് ഉപയോഗപ്പെടുത്തിയവൻ. നമ്മൾ ചിലപ്പോൾ ബുദ്ധിമാന്മാരായിട്ട് കാണും ദുനിയാവില് വലിയ വലിയ തലങ്ങളെ വെട്ടിപ്പിടിച്ച ആളുകളെ നമ്മൾ അഭിനന്ദിക്കും, പ്രശംസിക്കും.
വലിയ വലിയ ഡിഗ്രികൾ കരസ്ഥമാക്കിയവർ, എല്ലാവർക്കും പഠിച്ചെടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത ആളുകൾ ആദരണീയനായിരിക്കും, ബഹുമാന്യനായിരിക്കും. പക്ഷെ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ ഇന്നോ നാളെയോ നശിക്കുമെന്നുറപ്പുള്ള ദുനിയാവിന് വേണ്ടി പണിയെടുക്കാതെ ഒരിക്കലും നശിക്കൂലെന്ന് ഉറപ്പുള്ള ആഖിറത്തിനു വേണ്ടി സാമഗ്രികൾ ഉണ്ടാക്കുന്നവനാണ്. സഹാബാക്കളൊക്കെ ബുദ്ധിമാന്മാരാണ്, ആരും പൈസക്കാരല്ല. കുറച്ചാൾക്കാരെ പൈസക്കാരുള്ളൂ. സഹാബാക്കളിൽ സലഫുസ്വാലിഹീങ്ങളിൽ മഹാഭൂരിപക്ഷവും മിസ്കീന്മാരാണ്, ഫക്കീറന്മാര് കുറവാണ്, മിസ്കീന്മാരാണ്. ബുദ്ധിയില്ലായിട്ടാ? ദുനിയാവ് സമ്പാദിക്കാനുള്ള അക്കലില്ലാത്തോണ്ടാണോ? അതൊന്നുമല്ല, നല്ല ആക്കലുകളാണ്. അതുകൊണ്ടാണ് അവർ വലൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ എന്ന് അല്ലാഹു പറഞ്ഞ എന്നെന്നും ശേഷിക്കുന്ന ആഖിറത്തിന് വേണ്ടി സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്. വതസവ്വദു അല്ലാഹു പറഞ്ഞതാണ്. വതസവ്വദു, നിങ്ങളെ യാത്രാ സാമഗ്രികൾ ഒരുക്കണം, യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ. ശരിക്കും പറഞ്ഞ ഉലമാക്കൾ പറയാറുണ്ട്, കൊണ്ടുപോകാനായി നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ തൂക്കം ഇടക്കിടക്ക് നോക്കി നോക്കണം. വസിനു ഖബ്ല അൻ തൂസനു, അതായത് പുറകെ കൊണ്ടുപോകാനല്ല, ഖബറോടുകൂടി തുടങ്ങുന്ന യഥാർത്ഥ ജീവിതത്തിലേക്ക് അവിടെ പറുദീസയാക്കാൻ, അവിടെ സുഖിക്കാൻ, രസിക്കാൻ ഉണ്ടാക്കി വെച്ച സാധനങ്ങളുടെ ബലം എത്രയുണ്ട് എന്ന് വസിനു, നിങ്ങൾ തൂക്കി നോക്കണം. ഖബ്ല അൻ തൂസനു, അവിടെ ചെന്നിട്ട് തൂക്കപ്പെടുന്നതിന് മുമ്പ്. കാരണം ഇവിടെ നിന്ന് തൂക്കി നോക്കിയാൽ അതിന്റെ കുറവുകൾ അറിയുള്ളൂ, കൂട്ടാനുണ്ടെങ്കിൽ കൂട്ടാൻ പറ്റുള്ളൂ, കുറെ ഉണ്ടെങ്കിൽ സമാധാനിക്കാനും പറ്റുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് തൂക്കി നോക്കുമ്പം കുറവുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ എന്നോട് പറയും, അഖിർനി ഇലാ അജലിൻ ഖരീബ്, അള്ളാഹുവേ കുറച്ചും കൂടി ഒന്ന് സമയം തന്നെങ്കിൽ നാം നല്ല ബലമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വരാൻ. അള്ളാഹു പറയുന്നു ഖുർആനിൽ, എല്ലാരും പറയും. അവിടെ ബലം കുറവുണ്ടെങ്കിൽ അള്ളാഹുവിനോട് എല്ലാവരും ചോദിക്കും, ഒന്ന് സദഖ ചെയ്തിട്ട്, ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട്, ഒരു സുബ്ഹിക്കെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 എണ്ണം പൂർത്തിയാക്കിയിട്ട്, ഒരു സുബ്ഹിക്കെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അസീം 100 എണ്ണം ചൊല്ലിയിട്ട്, ഒരു വഖ്തിന്റെ റവാത്തിബെങ്കിലും കൃത്യമായി നിസ്കരിച്ചിട്ട് പെട്ടെന്ന് വരാം. ഒന്ന് വിടി, അജലിൻ ഖരീബ്, കുറേയൊന്നും വേണ്ട, കുറച്ചു മതി. തരൂല. അതുകൊണ്ട് ഇവിടുന്ന് തൂക്കി നോക്കുന്നവനാണ് ബുദ്ധിമാൻ. ഒരുക്കി വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ റബ്ബിനോട് സംസാരിക്കും. വലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അള്ളാന്റെയും അടിവന്റെയും ഇടയിൽ ഒരു തർജ്ജിമ ചെയ്യുന്ന ദ്വിഭാഷികളില്ലാതെ നേർക്ക് നേരെ വർത്താനം പറയും. എന്തായിരിക്കും മഹ്ശറിൽ അള്ളാഹു വർത്തമാനം പറയുക? അൻ ഉംരിഹി, ആയുസ്സിനെ പറ്റി ചോദിക്കും. വഅൻ ശബാബിഹി, യുവത്വത്തെ പറ്റി ചോദിക്കും. വഅൻ മാലിഹി, സമ്പത്തിനെ പറ്റി ചോദിക്കും. അതേപോലെ വമാദാ അമില ബിമാ അലിം, അറിവനുസരിച്ച് എന്ത് അമൽ ചെയ്തു എന്നും ചോദിക്കും. അതായിരിക്കും ആ വർത്താനം നേർക്ക് നേരെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്ന സമയം അടിമയുടെ മുമ്പിലുള്ള ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ സമർപ്പിക്കലാണ്. അള്ളാഹുവിന്റെ ദർബാറിൽ അമലുകൾ സമർപ്പിക്കലാണ്. കാരണം അവിടെ ബന്ധങ്ങൾ ഉപകാരപ്പെടൂല. നാട്ടിലുണ്ടായിരുന്ന, ദുനിയാവിലുണ്ടായിരുന്ന പേര്, പെരുമ, പ്രശസ്തി, അത് ഇത്, അതൊന്നും ഉപകാരം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ദിർഹമ വലാ ദീനാർ, ദീനാർ ഉപകാരപ്പെടൂല, ദിർഹമും ഉപകാരപ്പെടൂല. ആകെ അവിടെ സമർപ്പിക്കാനുള്ളത് ഇവിടെ നിന്ന് കൊണ്ടുപോയ അമലുകളാണ്. ഫയൻദുറു ഐമന മിൻഹു, അതുണ്ടോ നോക്കാൻ വേണ്ടി അവൻ വലതുഭാഗത്തേക്കൊന്ന് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, എന്താണോ ഇവിടെ നിന്ന് ഒരുമിച്ച് കൂട്ടിയത്, സ്വരൂപിച്ചത്, അതല്ലാണ്ട് അവിടെ വേറൊന്നും കാണാൻ പറ്റില്ല. എനിക്ക് എന്നെ അറിയാം, നിങ്ങൾക്ക് നിങ്ങളറിയാം. നമ്മൾ എന്താണ് പെട്ടിയിൽ പൂട്ടി വെച്ചിട്ടുള്ളത് എന്നും നമുക്കറിയാം. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അവൻ കൊണ്ടുപോയതല്ലാതെ വേറെ ഒന്നും അവിടെ ഉണ്ടാവില്ല.
നമ്മൾ പോയതിനു ശേഷം 70,000 ഖത്തോതി അതൊന്നും ആടുണ്ടാവില്ല. നമ്മൾ വീടിന് പോയതിനു ശേഷം 40,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് പാഴ്സലാക്കി തന്നു, അതൊന്നും ആടുണ്ടാവില്ല. ഇല്ല മാ ഖദ്ദം, അവൻ സ്വന്തം ചെയ്തുണ്ടാക്കിയതെന്തോ അതല്ലാണ്ട് വേറൊന്നും കാണൂല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പക്ഷെ അവൻ നിരാശനാവും, ഈ അടിമ നിരാശനാവും. അള്ളാഹുവിന്റെ ദർബാറിൽ സമർപ്പിക്കാനുള്ള എത്രയും ചിലപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടാവില്ല. ഫയൻദുറു അശ്മഅ മിൻഹു, ഇടതു ഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, ആടെയും കൊണ്ടുപോയത് മാത്രമേ ഉള്ളൂ. അവിടെ എന്തായിരിക്കും അറിയാം ഏറ്റവും അധികം ഉപകാരപ്പെടുക? സുന്നത്തുകൾ, ഫർദുകളെക്കാൾ. അതെല്ലാം നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റാം. മഗ്‌രിബ് ഒറ്റൊന്നല്ല നിസ്കരിക്കാൻ പറ്റുള്ളൂ, ഒരു ദിവസം ഒരു മഗ്‌രിബേ നിസ്കരിക്കാൻ പറ്റും. പക്ഷെ നഫിൽ ഇഷ്ടം പോലെ നിസ്കരിക്കാം. നിർബന്ധമാക്കപ്പെട്ടതല്ലാത്തതായിരിക്കും ആ ബോക്സിൽ ഏറ്റവും അധികം ഉണ്ടാവുക. ഇടത്തോട്ട് നോക്കുമ്പം ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അവിടെയും കൊണ്ടുപോയ ബോക്സുകളേ ഉള്ളൂ, അതിലൊന്നുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയൻദുറു ബൈന യദൈഹി, അവൻ നേരെ മുന്നോട്ട് നോക്കും. ഫലാ യറാ ഇല്ല നാറ തിൽഖാ വജ്ഹി, അവന്റെ മുമ്പിൽ നരകമല്ലാതെ വേറൊന്നും കാണൂല. കാരണം സമർപ്പിക്കാനുള്ളത് കൊണ്ടുപോയില്ല, സമയം പാഴാക്കി. ദുനിയാവിന്റെ ബാക്കിൽ ഓടി 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 ആഖിറത്തിലേക്ക് നമുക്ക് വേണ്ടി ഉണ്ടാക്കേണ്ടതിന് സമയം കിട്ടാണ്ടായിപ്പോയി, ചെയ്തത് വളരെ കുറഞ്ഞു. നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്നറിയോ? ഇപ്പൊ വളവണ്ണയിലെ സലഫി മസ്ജിദിൽ നമ്മൾ ഈ പള്ളിയിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ദർബാറിൽ മാലോകര് മൊത്തം ഒരുമിച്ച് കൂടി നിൽക്കും. ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരിക്കും എന്നറിയോ? നൽകപ്പെട്ട ആയുസിന്റെ ഓരോ സെക്കൻഡും അമലിനെ കൊണ്ട് പ്രകാശിപ്പിച്ച മഹാന്മാര് കെട്ടുകണക്കിന് ബോക്സുകളുമായിട്ട് ആ കോടതിയിൽ ഹാജരുണ്ടാവും. അതിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ പോയി നിൽക്കുന്നുണ്ടാവുക. പരിഗണിക്കപ്പെടുക ഈ അമലുള്ളോനെയാണ്, അല്ലാത്തവൻ പരിഗണിക്കപ്പെടൂല. ഈ ഹദീസിന്റെ അവസാന ഭാഗം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ഫത്തഖുന്നാറ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളിൻ, വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം അത് സദഖ ചെയ്തിട്ടാണെങ്കിലും പത്ര പോന്ന ഒരു നന്മ പോലും ഒഴിവാക്കണ്ടെന്ന് അർത്ഥം. ചെറുതല്ലേ, വലിയ കാര്യമൊന്നുമല്ലല്ലോ, അതും ഒഴിവാക്കരുത്. കാരണം നിനക്ക് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ സമർപ്പിക്കുന്ന സമയം ആ ഈത്തപ്പഴത്തിന്റെ കഷണമായിരിക്കും ഉപകാരപ്പെടുക. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മയായ കാര്യങ്ങളിൽ ഒന്നിനെയും നിസ്സാരമായി കാണരുത്. ഒരു ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഉദ്ധരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, യാ ഇബാദി, സുദീർഘമായ ഹദീസാണ്, അതിന്റെ ലാസ്റ്റ് ഭാഗം, യാ ഇബാദി, ഓ എന്റെ അടിമകളെ. നേരത്തെ കാലത്തെ അറിയിച്ചു കേട്ടോ, അള്ളാഹു എനിക്കും നിങ്ങൾക്കും അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലക്കും, ഇതാ നിങ്ങൾ ചെയ്ത അമലുകൾ. നിങ്ങൾക്ക് ആ ദുനിയാവിൽ ചെന്ന ആയുസിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ ഖൈറും ഷർറുമായ മുഴുവൻ അമലുകളും ഇതാ ഉഹ്സിഹാ ലക്കും, ഒന്നുപോലും നഷ്ടപ്പെടാതെ, വേറെ ഒന്നും എടുത്ത് ചാർത്തപ്പെടാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ മറന്നു, നമ്മളെല്ലാം മറന്നു. വല്ലാഹു ലാ യൻസാ, അല്ലാഹു മറക്കുന്നവനല്ല. ഉഹ്സിഹാ ലക്കും, എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണിത് കാണിച്ചത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അത് യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ, അടിമ ചെയ്ത നന്മയും തിന്മയും ലൈവായിട്ട് അല്ലാഹു കാണിച്ചു തരും. ഇതാ ഉഹ്സിഹാ ലക്കും സുമ്മ ഉവഫിയകും ഇയ്യാഹാ. അടിമകളെ, ഇതെന്തിനാണ് ഞാൻ ഇത്ര സൂക്ഷ്മതയോടെ എടുത്തു വെച്ചെന്നറിയോ? ഇതിന്റെ തോതനുസരിച്ച് അളന്ന് തൂക്കി ഒരാണ്ട് മണി തൂക്കം തെറ്റാതെ നിങ്ങൾക്ക് കൂലി തരാൻ. ഖൈറാണെങ്കിൽ ഖൈറിന്റെ കൂലി, ഷർറാണെങ്കിൽ അതിന്റെ അദാബ് തരാൻ ഞാൻ തരും ചെയ്യും. ഫമൻ വജദ ഖൈറാ, അങ്ങനെ ഞാൻ എടുത്തു വെച്ച അമലുകൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ച് തൂക്കുമ്പം ഖൈറാണ് ആരെങ്കിലും കണ്ടെത്തുന്നതെങ്കിൽ, പെട്ടിയിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ദുനിയാവിൽ ജീവിക്കുന്ന സമയം നഷ്ടപ്പെടുത്താതെ ഒരുപാട് ചെയ്ത് വാരി കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരാരും നോക്കിയില്ല, ഒരാരും കാത്തു നിന്നില്ല, ആരെയും പ്രതീക്ഷിച്ചിട്ടില്ല. കിട്ടിയ ചാൻസിൽ അള്ളാഹു തന്ന അവസരം
ഉപയോഗപ്പെടുത്തി ഇഷ്ടം പോലെ നന്മകൾ ചെയ്ത് അതവിടെ കണ്ടെത്തിയാൽ ഫല്യഹ്മദില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിച്ചോണിൻ, നീ രക്ഷപ്പെട്ടു. അള്ളാഹു പറയുന്നു ഫല്യഹ്മദില്ലാഹ്, അള്ളാഹുവിനെ ഹംദ് പറഞ്ഞോളിൻ, രക്ഷപ്പെട്ടു. കാരണം അർപ്പിക്കാനുള്ളത് അവിടെ ഉണ്ട്. വമൻ വജദ ഗൈറ ദാലിക്, ഇനി അതല്ല നീ അവിടെ കാണുന്നത്, ഖൈറല്ല കാണുന്നത്, പെട്ടി തുറന്നു നോക്കുമ്പം കുരുത്തക്കേട് മാത്രമേ ഉള്ളൂ, ഷെറുകൾ മാത്രമേ ഉള്ളൂ, അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് മാത്രമേ ഉള്ളൂ, തന്നിഷ്ടം ചെയ്തത് മാത്രമേ ഉള്ളൂ, കുറെ അഹങ്കാരം, കുറെ ധിക്കാരം, കുറെ നാവുകൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകാലുകൾ കൊണ്ട്, ഗുഹ്യസ്ഥാനങ്ങൾ കൊണ്ട് ചെയ്തു കൂട്ടിയ പേക്കൂത്തുകൾ മാത്രമേ ഉള്ളൂ. അള്ളാഹു പറയാൻ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, ആരെയും കുറ്റം പറയാൻ നിൽക്കണ്ട, സ്വന്തത്തെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി, ആരെയും ആക്ഷേപിക്കണ്ട. കാരണം അവനവന്റെ കാര്യം അള്ളാഹു ഏൽപ്പിച്ചത് അവനവനെയാണ്, വേറെ ഒരാളോടും നമ്മളെ പറ്റി ചോദിക്കൂല. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. പോയവർ അവര് പോയി, അവര് ചെയ്ത് അവർക്കുണ്ട്, നിങ്ങൾ ചെയ്ത് നിങ്ങൾക്കുണ്ട്. അവരെന്ത് ചെയ്തു എന്ന് നിങ്ങളോട് ചോദിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ചെയ്തതെന്താണോ അതാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ആയിരിക്കുമ്പോൾ അടിമ യഥാർത്ഥത്തിൽ ദുഃഖിക്കുക, സങ്കടപ്പെടുക. ദുനിയാവിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് ടെൻഷൻ അടിക്കാം. രോഗിയായി, അള്ളാഹു കാക്കട്ടെ, കടബാധ്യത വന്നു, കച്ചവടം പൊളിഞ്ഞു, മോളെ കല്യാണം നടക്കുന്നില്ല, മോന് പെണ്ണ കിട്ടുന്നില്ല, വീട് പണി പൂർത്തിയാവുന്നില്ല, ജോലിയൊന്നും സെറ്റാവുന്നില്ല, അങ്ങനെ പലതരം വിഷമങ്ങളും ടെൻഷനും ദുഃഖങ്ങളും മനുഷ്യന്മാർക്കുണ്ടാവും. ഇതൊന്നും ഒന്നുമല്ല അള്ളാഹുവിന്റെ കോടതിയിൽ ഉണ്ടാവുന്ന സങ്കടത്തിന്റെ മുന്നിൽ. യൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. സങ്കടപ്പെട്ട് കരഞ്ഞ് നെഞ്ചത്തടിച്ചിട്ട് അടിമ പറയുന്ന വർത്താനം അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. ഇത് നമ്മൾ പറയാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, ഇത് വെറും വാക്കാവരുത്. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും വെറും ആവരുത്. ദിവസം ഇങ്ങനെ പോവും. റമദാൻ പടിവാതിക്കലെത്തി, വരുമ്പോ കഴിഞ്ഞ റമദാനിൽ ഇതേപോലെ ഇരുന്ന് ക്ലാസ് എടുത്ത് ഇപ്പൊ ഓർമ്മയിലുണ്ടത്ര, ആളുകളുടെ മുന്നിൽ പറഞ്ഞ വിഷയങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ടത്ര, പോയിട്ട മാഞ്ഞില്ല. അപ്പോഴത്തെ കാലത്ത് റമദാൻ വരുത്തായി. അള്ളാഹു എത്തിച്ചേർത്ത ആഫിയത്തോടെ. യൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി, അക്രമകാരികൾ അവരുടെ കൈ കടിക്കുന്ന ദിവസം. ആ പറഞ്ഞ വാക്ക് ഒരു ഓഫർ ഹൈലൈറ്റ് മാളിൽ, റംസാൻ ഓഫർ, 5000 റുപ്യന്റെ ഷർട്ട്. 5000 റുപ്യ ഉണ്ടാവോ ഷർട്ടിന്? ഇല്ലേ, അത് നമ്മ ഇടാത്തതുകൊണ്ട് അതിനെക്കാട്ടി വലിയ പൈസന്റെ ഷർട്ടുണ്ട്. 5000 റുപ്യന്റെ ഷർട്ടിന് 500 റുപ്യ ഓഫർ, 1 മണിക്കൂറത്തെ ഓഫർ. ആ മണിക്കൂറിൽ അവിടെ എത്തിയാൽ 1 മണിക്കൂർ 2 മണി, അതിൻ്റെ ഉള്ളിൽ അവിടെ എത്തിയാൽ 5000 റുപ്യന്റെ ഷർട്ട് കിട്ടുന്നത് 500 റുപ്യക്ക്. പോയില്ലയോ? ഞാൻ എന്തായാലും പോകും. ഷർട്ട് ഇടുന്നുണ്ടെങ്കിൽ, ഇടലില്ല, ഇടുന്നെങ്കിൽ എന്തായാലും പോകും. 1 മണിക്കൂർ ചോറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ മെസ്സേജ് കിട്ടിയത്, ചോറ് കുഴച്ച് വെച്ചിട്ടുണ്ട്, തിന്നു തീർന്നിട്ട് പോവാൻ നിന്നതാണ്, തിന്ന് തീർന്ന് പോകുമ്പോക്ക് ഡോർ ക്ലോസ്, ഉള്ളു നിറഞ്ഞുപോയി. എന്തായിരിക്കും ടെൻഷൻ? ആ ടെൻഷൻ നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? നമ്മളെ ഉള്ളിലുണ്ടാവുന്ന ആ സങ്കടം നമുക്ക് മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പ് എത്തിയിരുന്നെങ്കിൽ ആ മത്തിക്കറിയും ചോറും അതൊഴിവാക്കിയാലും പ്രശ്നമില്ലായിരുന്നു. 5 മിനിറ്റ് മുമ്പ് എത്തിയെങ്കിൽ. പക്ഷെ ഇവിടെയുള്ള ഖേദം, ഭാരം ഈ ഹൈലൈറ്റ് മാളിന്റെ ഡോറിന്റെ മുമ്പിലുള്ള ഭാരമായിരിക്കില്ല. കൈകടിക്കും. എന്റെ പ്രവാചകൻ കാണിച്ച വഴി ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനേന്ന്. ആ ചോറ് വയ്ക്കാണ്ട് പോയെങ്കിൽ എന്ന് പറഞ്ഞില്ല ഇവിടെ, അതേപോലെ റസൂൽ കാണിച്ച വഴി എത്ര നന്നായിരുന്നു.
പക്ഷെ എൻ്റെ നഫ്സിന് ചേരുന്നില്ല, നഫ്സ് സമ്മതിക്കുന്നില്ല, സാഹചര്യം എന്നെ വിടുന്നില്ല. എന്നാലും അതെന്നായിരുന്നു നല്ലത്. പോയി. യാ വൈലതാ, ഓ എന്റെ നാശമേ, സങ്കടം കൊണ്ടാ പറയുന്നു. യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഇന്നവനെ ചങ്ങാതിയാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായി പോയേനെ. അവൻ്റെ ഒപ്പം കൂടിയിട്ട് എങ്ങനെ ആയിപ്പോയത്, ആ കൂട്ടത്തിൽ കൂടിയിട്ട് എങ്ങനെ ആയിപ്പോയത്, ആ സ്ഥലത്ത് പോയിട്ട് എങ്ങനെ ആയിപ്പോയത്. അവനെ കൂട്ടുകാരനായിട്ട് കൂട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ എൻ്റെ കോടതിയിൽ വന്നിട്ട് പറയും അടിമകളെ. അതിന് അവസരം ഉണ്ടാക്കരുത്. ദുനിയാവ് ചാൻസ് ആണ്, ചെയ്തോളണം. ശൈത്താൻ വിടൂല. ശൈത്താൻ നമ്മളെ കൊണ്ട് ഇതായിരിക്കൂല ചെയ്യിപ്പിക്കുക. ഇതിനൊരു സുഖം കിട്ടൂല, ഇതിന് സമയം കിട്ടൂല, ഇതിനൊരു ആരോഗ്യമില്ല, ഉന്മേഷമില്ല, ആർത്തിയില്ല, ആശയില്ല, താല്പര്യമില്ല, ഒന്നുമില്ല. എന്നാലോ ചെയ്യരുതെന്ന് പറഞ്ഞതെല്ലാം ചെയ്യാൻ അമിതമായ ആവേശം, അത്യാർത്ഥിയുള്ള മനുഷ്യൻ, പക്ഷെ ഉപകാരപ്പെടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ ജീവിതമുള്ള ദുനിയാവില് എപ്പോഴാ പോകേണ്ടി വരാന്ന് പറയാൻ കഴിയില്ല. ഏത് പണ്ടൊരു കവി പറഞ്ഞില്ലേ, ഫസവ്വിദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. ഇത്രയും പെട്ടെന്ന് റെഡി ആയിക്കോളി. കാരണം രാത്രിയുടെ ഇരുട്ട് നിന്നെ വന്ന് മൂടിയാൽ എന്ന് പറഞ്ഞാൽ നീ ഉറങ്ങാൻ കിടന്നാൽ ലാ തദ്രി, നിനക്കറിയില്ല, ഹൽ തഈഷു ഇലൽ ഫജ്രി, നാളത്തെ സുബഹ് കാണുമോ ഇല്ലെന്ന് ഒരു ഉറപ്പില്ല. കൂട്ടിയിട്ട് പോകും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മലക്കുൽ മൗത്തിനെ തോപ്പിക്കാനാ കാത്തു നിൽക്കുന്നു, അല്ലേ? സത്യതല്ലേ? മലക്കുൽ മൗത്തിനെ തോപ്പിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. മരിക്കാതിരിക്കാനുള്ള കോട്ടകൾ കെട്ടുന്നവരാണ് മനുഷ്യൻ. രാവിലെ വാക്കിന് പോകുന്ന എന്തിനായിരിക്കും? നിങ്ങൾ പോകുന്നുണ്ടോ എനിക്കറിയില്ലേ. പോകുന്നുണ്ടോ പോയിക്കോളി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്തിനാ പോകുന്നത്? ആരോഗ്യം വീണ്ടെടുക്കാൻ. ആരോഗ്യം എന്തിനാ? മരിക്കാണ്ടിരിക്കാൻ. ഒരു രക്ഷയില്ല, മരിച്ചേ പറ്റുള്ളൂ. 2 മണിക്കൂർ ജിമ്മിൽ പോയിട്ട് എടുത്തിങ്ങനെ വിയർത്തൊലിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് ചെറുപ്പക്കാർ. എന്തിന്? ആരോഗ്യം വീണ്ടെടുക്കാൻ. അള്ളാഹു ഇഷ്ടംപോലെ പൈസ കൊടുത്തിട്ടുണ്ട്. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം പാചകം ചെയ്യുന്ന പെണ്ണാണ്. എന്നാൽ ഇവൻ തിന്നില്ല, ഇവനൊന്നും വാങ്ങൂല്ല. ഒരു 200 ഗ്രാം ചോറ്, പിന്നെ ഒരു 100 ഗ്രാം പയറ്, കുറച്ച് ബീൻസ്, കുറച്ച് വെണ്ടയ്ക്ക്, പിന്നെന്താ ഒരു ഉണക്ക് പൊരിച്ചത് മതി. ഇതെല്ലാം പോട്ടെ. ആരോഗ്യം വീണ്ടെടുക്കാൻ പട്ടിണി കിടന്നിട്ട് ആരോഗ്യം വീണ്ടെടുക്കാൻ എന്തിന്? മലക്കുൽ മൗത്ത് വരുമ്പോൾ നിൽക്കണമെന്ന് പറയാൻ നിൽക്കൂല. ജിമ്മിൽ ചെന്ന് രാവിലെ എന്താ പറയാ, വെയിറ്റിംഗ്. അത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ മാറി വരിക. എന്താ പിന്നെ പോലെ പോയി എടുത്തിട്ട് കാര്യമല്ല, സമയമായി പോയി, പോവാ. ഇല്ലപ്പോ എന്ന് പറഞ്ഞാലും പിടിച്ചിട്ട് കൊണ്ടുപോകും. അള്ളാഹു നമ്മുടെ യാത്ര എളുപ്പാക്കട്ടെ. അവനേറ്റവും ഇഷ്ടപ്പെട്ട സമയത്തും അവനേറ്റവും ഇഷ്ടപ്പെട്ട അവസ്ഥയിലുമാക്കി തരട്ടെ. അതാണ് ഭാഗ്യവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രായപരിധിയൊന്നുമില്ല പോവാൻ. കണ്ണാടി നോക്കിയിട്ട് താടി നോക്കിയിട്ട് ആ കറുപ്പുണ്ടത്ര ഇപ്പോഴൊന്നും പോവില്ല. മുടിയൊന്നും കൊയിന് കഷണ്ടിയായിട്ടില്ല, ഇപ്പൊന്നും പോവില്ല. മുഖത്തിന്റെ ആ ചുറുചുറുക്കും ചുവപ്പും ആ തുടിപ്പും ഇപ്പൊ ഉണ്ടത്ര. അതായത് ഞാൻ മരിക്കാനായിട്ടില്ല, അങ്ങനൊന്നും വിചാരിക്കണ്ട. ഒരാളെയും ഞാൻ അറിയിച്ചില്ല എവിടെ വെച്ചിട്ടാ തീരാന്നുള്ളത്. പെട്ടെന്ന് അതാ ഖുർആൻ പറഞ്ഞ ഭാഷ, വളരെ പെട്ടെന്ന്. നമ്മൾ സാധാരണ പറയാറില്ലേ അകാല മരണം, അകാല മരണം. അങ്ങനത്തെ ഒരു മരണം ഇല്ല, അകാലത്തിനുള്ളൊരു മരണം ഇല്ല. അള്ളാഹു നിശ്ചയിച്ച ആ സമയത്ത് മലക്കുൽ മൗത്ത് വന്നു, കൂട്ടിയിട്ട് പോയി. പോകാൻ പാടില്ലാത്ത സമയമായിരുന്നില്ല, അവർ നിശ്ചയിക്കപ്പെട്ട കൃത്യസമയത്താണ് പോയത്. അങ്ങോട്ടും ആയില്ല, ഇങ്ങോട്ടും ആയില്ല. കുല്യതവഫാക്കും മലക്കുൽ മൗത്തിൽ നദി ബുക്കി ലഭിക്കും. ഒളവണ്ണ പള്ളിയിലെ ഈ കസേരം ഇരിക്കുന്ന സലാഹുദ്ദീൻ ഏത് വർഷം, ഏത് മാസം, ഏതാഴ്ച, ഏത് ദിവസം, ഏത് മിനിറ്റ്, ഏത് സെക്കൻഡ്, എവിടെ, എങ്ങനെ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ അള്ളാഹു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. എനിക്ക് കൊടുക്കാനുള്ളതല്ല, ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും കൊടുത്തു കഴിഞ്ഞു. ബുക്കി ലഭിക്കും. നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ആൾ, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കും.
അതുകൊണ്ടൊരിക്കലും നമ്മൾ അശ്രദ്ധരാവരുത്. മുവഹിദുകളാണ് നമ്മൾ, അശ്രദ്ധരാവരുത്. അമലുകൾ, അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ തരുന്നത്. നമ്മൾ ശാരീരികമായി ബലം കുറഞ്ഞവരാണ്, ആയുസ്സും കുറഞ്ഞവരാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി ആനയുടെ മുന്നിൽപ്പെട്ട ഉറുമ്പെങ്ങനെ ഉണ്ടാവും, അതുപോലെയായിരിക്കും കഴിഞ്ഞ കാലത്ത് ജീവിച്ച ആളുകളും നമ്മളും. അവരുടെ ശാരീരിക ബലത്തിന്റെ കടുപ്പം അല്ലാഹു പറഞ്ഞെന്താ അറിയോ? യൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ, അവരവരുടെ കൈവിരലുകൾ കൊണ്ട് പർവ്വതങ്ങള് തുരന്നിട്ട് മാളികകളും സ്തൂപങ്ങളും സ്ഥാപിച്ചു. അത്ര ശക്തിയുള്ള മനുഷ്യന്മാരാണ്. അതിൽ ധിക്കരിച്ചിട്ട് ചോദിച്ചു അവര്, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ആരുണ്ട് നമ്മളെക്കാളും നല്ല ശക്തിയുള്ളത്? അള്ളാഹു മറുപടി എന്താ അറിയോ? നിന്നെ ഉണ്ടാക്കിയോ നിന്നെക്കാളും നല്ല ശക്തിയുള്ളവനാണ്. ഖുലിൽ ലദീ ഫതറക്കും അവ്വല മറ, ആര് നല്ല നിന്നെക്കാളും വല്ല ഖുവ്വത്തുള്ളവൻ? നിന്നെ ഉണ്ടാക്കിയോ. അള്ളാഹു മറുപടി എടുത്തു ഖുർആനില്. അത്ര ശാരീരിക ബലമുള്ള ആൾക്കാർ നമുക്കതില്ല. അവരൊക്കെ നമ്മൾ ഊതിയപ്പാർ. ഇപ്പൊ തന്നെ നമ്മള് ഉംറക്കെല്ലാം പോയിട്ട് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഫ്രിക്കക്കാരായ മനുഷ്യന്മാർ വന്നിട്ട് ഒന്ന് ഇങ്ങനെ തട്ടിയാൽ മതി, പറക്കും, നമ്മൾ പാറും. ഒന്നിനുമില്ല, ആയുസ്സും നമുക്ക് കുറവാണ്. താരീഖ് റിപ്പോർട്ടുകൾ സഹിഹാണെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 1050 വർഷം ജീവിച്ച ആളാണ്, ആയുസ് മൊത്തത്തിൽ. നുബുവത്തിന് മുമ്പ് അദ്ദേഹത്തിന് ഒരുപാട് ആയുസ്സുണ്ട്. നുബുവത്ത്, ആ തൂഫാൻ വന്നല്ലോ, വെള്ളപ്പൊക്കം വന്നല്ലോ നശിപ്പിക്കാൻ, അതിന് ശേഷവും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അതിന് മുമ്പും അദ്ദേഹം ജീവിതത്തിലായിരുന്നു. 1000 വർഷത്തിന് പറയുമ്പോൾ എത്ര കൊല്ലായി, എത്ര സമയം കിട്ടി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനാകെ എത്രയേ ഉള്ളൂ? മബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അതിന്റെ അപ്പുറത്ത് പോകുന്നവൻ ഭാഗ്യവാൻ, ദീർഘായുസ് കിട്ടിയവൻ. പക്ഷെ ആ ചെറിയ സമയം കൊണ്ട് ഒരുപാട് നന്മകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരം ദുനിയാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരും. അതിൽ പെട്ടതാണ് പരിശുദ്ധ റമദാൻ, വരാനിരിക്കുന്ന റമദാൻ. സലഫുസ് സ്വാലിഹുകൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ സല്ലിംനാ ഇലാ റമദാൻ. സലഫുകളുടെ ദുആയാണ്. യഹ്യ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല റമദാന്റെ മുന്നോടിയായി ഈ ദുആ പറയാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ സല്ലിംനാ ഇലാ റമദാൻ, അല്ലാഹുവേ റമദാനിലേക്ക് നമ്മളെ നീ സലാമത്തോടുകൂടി എത്തിക്കണേ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടെ, തടസ്സങ്ങളില്ലാതെ. നോമ്പ് കിട്ടുകയും ചെയ്തു, നോമ്പെടുക്കാൻ പറ്റുന്നില്ല, തറാവീഹ് നിസ്കരിക്കാൻ പറ്റുന്നില്ല, മറ്റു നന്മൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, കിട്ടിയിട്ട് കാര്യമില്ല. സല്ലിംനാ, സലാമത്തോടെ റമദാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്. വസല്ലിംഹു ഇലൈന, റമദാനിലെയും സലാമത്തോടെ ഇങ്ങോട്ട് എത്തിക്കണേ അല്ലാഹ്. കൊറോണ പോലത്തെ പ്രശ്നങ്ങളൊന്നും വരാതെ, പള്ളി അടച്ച്, റോഡും അടച്ച്, പള്ളി പോകാൻ കഴിയുന്നില്ല, ഒരുമിച്ച് ജമാഅത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാതെ നീ റമദാനിൽ എത്തിച്ചതാ അല്ലാഹ്. വതസല്ലംഹു മിന്നാ മുതഖബ്ബല, അങ്ങനെ റമദാൻ കഴിഞ്ഞു പോകുമ്പം സ്വീകരിക്കപ്പെട്ടതായി നമ്മളിൽ നിന്നും ഊരിക്കളയണേ അല്ലാഹ്. സലഫുകൾ ദുആ ചെയ്തു ഈ മാസം കിട്ടാൻ. ചില ഉലമാക്കൾ പറഞ്ഞു, സലഫുസ് സ്വാലിഹുകൾ 6 മാസം മുമ്പ് ദുആ തുടങ്ങി, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുവേ റമദാൻ താ അല്ലാഹ്, റമദാൻ താ അല്ലാഹ്. 6 മാസം, റമദാൻ കഴിഞ്ഞ് ശവ്വാലിലൊക്കെ അങ്ങോട്ടുള്ള 6 മാസം അവർ ദുആ ചെയ്തു, അല്ലാഹുവേ തന്ന റമദാൻ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം മഹത്വമുണ്ട് വരാൻ പോകുന്ന അടുത്ത മാസത്തിന്. ശരിയാണ്. അതുകൊണ്ട് തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബശ്ശിറുനാ ബിഖുദൂമി റമദാൻ, റമദാനിന്റെ വരവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുമായിരുന്നു. തബ്ശീർ സുന്നത്താണ്. ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ്, ഇമാം സുയൂത്തി റഹ്മഹുള്ളയെ പോലുള്ളവർക്ക് ചെറിയ ചില റിസാലകളുണ്ട്. എന്താ വിഷയം എന്നറിയോ? അള്ളാന്റെ ചില നിഅമത്തുകൾ വരുമ്പം ലഭിക്കുമ്പം പരസ്പരം സന്തോഷം കൈമാറുന്നതിന്റെ ഫദ്ല്. അതിന് തെളിവിതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ വരവിന്റെ മുന്നോടിയായി ശഅബാന്റെ അവസാനം മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ് ഖദ് അതാകും ശഹ്റുൻ മുബാറക്, ഇതാ അനുഗ്രഹീതമായ ഒരു മാസം വരാൻ പോകുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ ആ മാസത്തിൽ തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ നാർ, നരകത്തിന്റെ വാതിലുകൾ ആ മാസത്തിൽ പൂട്ടപ്പെടും.
വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കൾ ചങ്ങലകളിൽ ബന്ധിക്കപ്പെടും. വയുനാദി മുനാദിൻ കുല്ല ലൈല, ഓരോ രാത്രിയിലും വിളിച്ചു പറയാൻ അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കും. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവനെ മുന്നോട്ട് വാ, ഇഷ്ടം പോലെ ചെയ്തോളി. വയാ ബാഗിയ ശദ്ദി അഖ്സിർ, ഇപ്പോഴും തിന്മ ചെയ്യുന്നവനെ മതിയാക്കി, റമദാനാണ് എന്ന് പറയാൻ ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ഫദ്ല് പറഞ്ഞിട്ട് സഹാബാക്കൾക്ക് റമദാനിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാസമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് റമദാനിന്റെ വരവിൽ സന്തോഷിക്കലും പ്രത്യേകിച്ചൊരു ആനന്ദം മനസ്സിലുണ്ടാവലും അതിനുവേണ്ടി മാനസികമായും ശാരീരികമായുമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തലും ആ പരിശുദ്ധമായ റഹ്മത്തിനെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ്, ഈമാന്റെ അടയാളമാണ്. അതേസമയം റമദാൻ മാസം വരുന്നതിൽ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിലോ, അടുത്ത വരാൻ വരുത്തായി, ഇനിയിപ്പോ വയ്ക്കാനും കഴിയില്ല, ഏണി പോവാനും കഴിയില്ല, കൃത്യമായിട്ട് പള്ളിയിൽ പോകണം, ഇനിയിപ്പോ രാത്രി എണീച്ച് നിസ്കരിക്കാൻ പോകണം, തറാവി നിസ്കരിക്കണം, നിർബന്ധമൊന്നുമല്ല, എന്നാലും ഞാൻ നിസ്കരിക്കാൻ പോവാണെന്നാൽ ആൾക്കാർ എന്തായിരിക്കും പറയാ, 30 ദിവസം നോമ്പുള്ള ഒരു കളിയും നടക്കൂല. വല്ലാഹി അത് ഈമാന്റെ ബലഹീനതയാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു, അല്ലാഹുവിന്റെ ഫദ്ലാണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ്, അതിൽ സന്തോഷവാന്മാരായിരിക്കണം. അല്ലാഹു എത്തിച്ചേരട്ടെ. റമദാൻ പ്രിയപ്പെട്ടവരെ, ജാഹിലിയ്യത്തിൽ തന്നെ അറബികള് മാസങ്ങൾ 12 എണ്ണിയപ്പോൾ അതിൽ എണ്ണിയ ഒരു മാസമാണ്. പക്ഷെ അന്ന് ഒരു ശ്രേഷ്ഠതയും റമദാൻ മാസത്തിനില്ല. പക്ഷെ ജാഹിലിയ്യത്തിനും അവർ ചില മാസങ്ങൾക്ക് പ്രത്യേകത കണ്ടിട്ടുണ്ട്. യുദ്ധം ചെയ്യാതിരുന്ന, ജാഹിലിയ്യത്തിൽ തന്നെ യുദ്ധം ചെയ്യാതിരുന്ന മാസങ്ങളുണ്ട്. റജബ് പോലെ ഖുറൈശികൾ പണ്ട് ആദരിച്ച മാസമാണ്. പക്ഷെ അന്നും അവര് റമദാനെ ആദരിച്ചിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിസാലത്തുമായി വന്നതിന് ശേഷം ചില കാര്യങ്ങളെ അള്ളാഹു റമദാനുമായി ബന്ധിപ്പിച്ചപ്പോൾ റമദാന് ശ്രേഷ്ഠത വന്നു. അപ്പൊ ശരിക്കും ശ്രേഷ്ഠത എന്തിനാ? മാസത്തിനല്ല, അതിൽ ബന്ധിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക്. ആ കാര്യങ്ങൾ എന്തെന്നറിയുന്നോനെ റമദാനിന്റെ ആത്മാവ് അറിയുള്ളൂ, അല്ലാത്തവൻ റമദാൻ മാസത്തെ അറിയുള്ളൂ. ഓനാണ് RSP. പണ്ട് പറയുന്നൊക്കെ RSP എന്താ ഫുൾ ഫോം? നിങ്ങൾ കേട്ടില്ല? പണ്ടേ പറയുന്നല്ലോ, റമദാൻ സ്പെഷ്യൽ പാർട്ടി. റമദാൻ സ്പെഷ്യൽ പാർട്ടി. നോമ്പ് വരുമ്പം കോഴിക്കോട് ലിബാസ് പോയിട്ട് ഒരു കന്തൂറയെല്ലാം വാങ്ങി, ഒരു നല്ല ആർച്ചുള്ള തൊപ്പിയെല്ലാം വാങ്ങി, അറിയില്ല, അഫ്ഗാനികളുടെ തൊപ്പി, നല്ല മിനാരമുള്ള തൊപ്പിയെല്ലാം വാങ്ങി, 2 ചന്ദ്രക്കലയും ഒരു നക്ഷത്രമുള്ള തൊപ്പിയിലുണ്ടാവും, പളവള മിന്നുന്ന തൊപ്പിയായിരിക്കും ചിലപ്പം, അതെല്ലാം വാങ്ങി തൽക്കാലം ബാർബർ ഷോപ്പിനോടൊക്കെ വിട പറയുമ്പോൾ താടിയെല്ലാം കുറച്ച് നീട്ടിയിട്ട് മുമ്പ് തന്നെ ഉണ്ടാവും. 2 തസ്ബീഹുമാലയും വാങ്ങി, ഒരു തസ്ബീഹുമാല ഇങ്ങനെ ചുറ്റും, കാരണം തങ്ങന്മാരൊക്കെ ഒരു മാതൃക, തസ്ബീഹുമാല വട പോലെ കൈക്ക് ചുറ്റും, അങ്ങനെ പിന്നെ ഇതിൽ തന്നെ ശവ്വാൽ 1 മറ്റേ അപ്സരി പോയി നോക്കിയാൽ മതി ടൗണില്, അല്ലെങ്കിൽ അല്ലല്ലോ, ശവ്വാൽ 1 നോമ്പെടുത്ത മുഅ്മിനുകൾക്ക് മലക്കുകൾ സമ്മാനം കൊടുക്കുന്ന ദിവസം ഈ RSPകൾ സിനിമാ തിയേറ്ററിന്റെ മുമ്പിൽ അടികൂടുന്നുണ്ടാവും. മമ്മൂട്ടി സ്പെഷ്യൽ സിനിമ വന്നിട്ടുണ്ടാവും. റമദാൻ പ്രമാണിച്ച് മമ്മൂക്കാന്റെ ഫിലിം, ഇല്ലെങ്കിൽ ദുൽഖർ സൽമാന്റെ ഫിലിം വന്നിട്ടുണ്ടാവും. ആരുടെ? മാപ്പറന്റെ സിനിമ. അപ്പൊ മാപ്പിളക്കാർ പോയിട്ട് എന്ത് ചെയ്യുന്നോളൂ, അള്ളാഹു സമ്മാനം കൊടുക്കുന്ന ദിവസം അവർ റമദാൻ സ്പെഷ്യൽ പാർട്ടിയാണ്. അവർക്ക് റമദാനെ അറിയൂ, റമദാനിന് പ്രത്യേകത ഉണ്ടാവാനുള്ള കാരണങ്ങൾ അവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്ക് റമദാന്റെ ആത്മാവ് കിട്ടിയില്ല. നമ്മൾ അങ്ങനെയാണോ ഇല്ലെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ട് പരിശുദ്ധ റമദാനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശഹ്റു റമദാൻ എന്ന പേര് നൽകി പരിശുദ്ധ ഖുർആൻ? വേറെ ഒരു മാസം പറഞ്ഞില്ലല്ലോ. മിൻഹാ അർബഅത്തുൻ ഹുറും പറഞ്ഞു. 12 മാസത്തിൽ 4 മാസം ശ്രേഷ്ഠമായ മാസമാണ്. അത് ഏത് ഖുർആനിൽ പറഞ്ഞു? റസൂലുള്ളാഹി പറഞ്ഞതാ. പക്ഷെ റമദാനെ പറ്റി പറഞ്ഞു ശഹ്റു റമദാൻ, റമദാൻ മാസം. എന്തുകൊണ്ട്? ഒന്ന്, ഉൻസില ഫീഹിൽ ഖുർആൻ, ഞാൻ എന്റെ കലാമായ ഖുർആനിനെ അവതരിപ്പിക്കാൻ ഈ മാസത്തെ സെലക്ട് ചെയ്തു. അപ്പൊ ആർക്ക് ഈ മാസത്തിന്റെ ഫദ്ല് മനസ്സിലാവൂ? അള്ളാന്റെ കലാം എന്ത് എന്നറിഞ്ഞവനെ അത് ഇറക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്ത മാസത്തെ മനസ്സിലാവുള്ളൂ. അള്ളാഹുവിന്റെ കലാം എന്തെന്നറിയാത്ത RSPക്കാരൻ റമദാൻ ആയാലും ഇതിനുള്ളിലായിരിക്കും.
പള്ളിയിൽ വന്നിട്ടുണ്ടാവും തറാവീഹ് നിസ്കരിക്കാൻ, ബാക്കിൽ പോയിട്ട് ചായ ഇരുന്നിട്ട് ഇങ്ങനെ ചൊല്ലുന്നുണ്ടാവും. ഇമാമ മനോഹരമായി ഓതിട്ട് നിസ്കരിക്കുന്നുണ്ടാവും. മുഅ്മിനുകളും റമദാനിന്റെ റൂഹറിന്റെ മുഅ്മിനുകള് നിന്ന് നിസ്കരിക്കുന്നുണ്ടാവും. ഇവൻ ബാക്കിൽ പോയിട്ട് ഇതൊന്നുണ്ടാവും. RSP ആണോ? ഒരു ഖുർആൻ എന്താന്ന് മനസ്സിലായില്ല, അവിടെ റമദാന്റെ പോലീശയും മനസ്സിൽ കയറിയിട്ടുണ്ടാവില്ല. ഉൻസില ഫീഹി അൽ ഖുർആൻ, അങ്ങനെ അള്ളാഹു പറഞ്ഞു, ഞാൻ ഖുർആൻ അവതരിപ്പിക്കാൻ ഈ മാസത്തെ സെലക്ട് ചെയ്തു. അള്ളാന്റെ കലാമിറങ്ങിയ മാസാണോ എന്നായിരിക്കും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ വരിക. അവനാണ് ആദരിക്കുക റമദാനിനെ. അതെ, ഒരു മുഅ്മിൻ റമദാന്റെ മുന്നോടിയായിട്ട് ആദ്യം നഫ്സിനോട് ചോദിക്കേണ്ട ചോദ്യം എന്താ അറിയോ? പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമുമായിട്ടുള്ള നഫ്സിന്റെ ബന്ധം എങ്ങനെയുണ്ട്? അതിപ്പോ ശരിയാക്കണം. റമദാൻ ആയിട്ടല്ല, അത് ശരിയാക്കിയിട്ട് വേണം റമദാനിലേക്ക് പ്രവേശിക്കാൻ. സലഫുകൾ പറഞ്ഞു, റമദാൻ അല്ലെങ്കിൽ തന്നെ ഒരു സത്യവിശ്വാസി അയാളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം കൊടുക്കൽ ഖുർആന്റെ പാരായണത്തിനായിരിക്കും. ഏറ്റവും അധികം സമയം കൊടുക്കൽ ഖുർആനോത്തിനായിരിക്കും. നമ്മുടെ ദിവസങ്ങളെ തന്നെ ഒന്ന് കണ്ണോടിച്ചാൽ, അല്ലെങ്കിൽ ഒരു കണക്കെടുത്താൽ, ആഴ്ചക്ക് എത്ര ദിവസം എത്ര പേജ് ഖുർആൻ ഓതി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് എണ്ണീറ്റ് നോക്കിയിട്ട് ഓർത്ത് പറയാൻ പറ്റും. അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ കലാം എന്ത് എന്നറിയണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിന്റെ ഉമരത്തൊരു പാറക്കെട്ടിന്റെ ബാക്കിൽ വന്ന് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ മുന്നിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ. കാരണം അവർക്ക് അത്ഭുതമുണ്ട്, അറബികളാണ്. മുഹമ്മദ് എന്തായി പറയുന്നത് അത്ഭുതമുണ്ട് കേൾക്കുമ്പോൾ. അപ്പൊ ഉമർ ഇങ്ങനെ മനസ്സിൽ പറയാണ് റളിയല്ലാഹു, അദ്ദേഹം അന്ന് മുസ്ലിം അല്ല, മനസ്സിൽ പറയാണു, ഈ മുഹമ്മദിന്റെ വാവുന്ന് വരുന്ന വാക്കുകൾ വല്ലാത്തൊരു കവിത തന്നെ. കാരണം അറബികൾക്ക് ഷെയർ പരിചയമുണ്ട്, കവികളാണവർ. വല്ലാത്തൊരു കവിത, ഇതാരെയും ആകർഷിക്കുന്ന കവിത തന്നെ. ഇത് ഉമർ പറഞ്ഞതും റസൂലുള്ളാഹി അറിയുന്നില്ല ഉമർ പറയുന്നത്. പക്ഷെ ആ സമയത്ത് റസൂലുള്ളാഹിന്റെ നാവിന്ന് പുറത്തേക്ക് വരികയാണ്, വമാ ഹുവ ബിഖൗലി ശാഇർ, ഇതൊരു കവിയുടെ വാക്കല്ല. ഖലീലൻ മാ തുഅ്മിനൂൻ, നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിക്കുന്നവർ കുറച്ചേ ഉള്ളൂ. ഉമർ അത് കേൾക്കുകയാണ്, മനസ്സിൽ വന്നതാ റസൂലുള്ളാഹി ഓതുന്നു. അപ്പൊ ഉമർ മനസ്സിൽ പറഞ്ഞു, കവിത അല്ല. അപ്പൊ പിന്നെ ഏതോ ജ്യോത്സ്യന്റെ അടുത്ത് പോയി കണ്ട് പഠിച്ചു വന്നിട്ട് ഓതുന്നതാണ്. ജ്യോത്സ്യൻ പറഞ്ഞു കൊടുത്തായിരിക്കും. അപ്പത്തിന് റസൂലുള്ളാഹി അടുത്തായത്ത് ഓതുകയാണ്, വലാ ബിഖൗലി കാഹിൻ, അല്ലല്ല, ഇതൊരു ജ്യോത്സ്യന്റെ വാക്കല്ല. ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ കുറച്ചാണ്. ഉമർ ചിന്തിക്കണം ഇത് കേൾക്കുമ്പോ, പിന്നെന്തായിരിക്കും ഇത്? ഇത് ഉമർ ചിന്തിച്ചപ്പോ അടുത്ത ആയത്ത് വന്നത് തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് റബ്ബുൽ ആലമീനിൽ നിന്നും അവതീർണമായ അവന്റെ കലാമാകുന്നു. അത് ഉമറിന്റെ മനസ്സിലാക്കൊണ്ട് ആ ഫിക്കിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് സഹോദരി മുസ്ലിമായതും അവിടെ പോയിട്ട് പിന്നെ ഖുർആൻ കേൾക്കുന്നതും. കലാമു റബ്ബിൽ ആലമീൻ. നമ്മുടെ കണക്ഷൻ പ്രിയപ്പെട്ടവരെ അതുമായിട്ട് എത്രയുണ്ട് എന്നുള്ളതിനെ പറ്റി ഒന്ന് ഒരു നഫ്സിനോടൊന്ന് ചോദിച്ചാൽ മതി. എങ്ങനെയുണ്ട്? 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, പരിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ അറിഞ്ഞിരിക്കണം. ഖുർആനിനോടുള്ള ഒന്നാമത്തെ ഹഖത. ഖുർആൻ ഓതാൻ അറിയാത്ത ഒരാൾക്ക് റമദാനിൽ ഒരു പണിയില്ല. ഖുർആൻ ഓതാൻ അറിയാത്ത ഒരാൾക്ക് റമദാനിൽ ഒരു പണിയില്ല. ഉദുറുകൾ ഉണ്ടെങ്കിൽ ഒരു കൂലിയുണ്ട്. മനഃപൂർവ്വം സൗകര്യമുണ്ടായിട്ടും പഠിക്കാതെ വെറുതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ അവൻ പാപിയാണ്. അവന് പരിശുദ്ധ റമദാൻ ഒരിക്കലും നികത്താൻ കഴിയാത്ത നഷ്ടമാണ്. തിലാവത്തുൽ ഖുർആൻ, അതായത് 114 സൂറകളും 6000 ചില്ലാനം ആയത്തുകളും തെറ്റുകൂടാതെ ഓതാൻ അറിയുന്നുവെങ്കിൽ അൽഹംദുലില്ലാ, ഖുർആനോടുള്ള ഒന്നാമത്തെ ഹക്ക് പൂർത്തിയായി. നമ്മളെ പറ്റി ചിന്തിക്കുക. ഖൂ അൻഫുസകും വ അഹ്ലീകും, ഭാര്യക്കറിയോ മക്കൾക്കറിയോ, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്ത് എനിക്കറിയുമെങ്കിൽ അതിലെനിക്ക് അഭിമാനിക്കാം, അതിലെനിക്ക് ഇസ്സത്തുണ്ട്. അതേസമയം പരിശുദ്ധ ഖുർആനിന്റെ ആകെ അറിയുന്ന എത്രയ്ക്കും അറിയും? ഫാത്തിഹയും. ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഖുർആൻ അൽ ഇസ്ലാം ബഖറയാണ്. പക്ഷെ നമുക്ക് പൊതുവെ ഏതാ? ഫാത്തിഹ കഴിഞ്ഞാൽ കുൽഹു അല്ലാ. കുൽഹു അല്ലാ എന്നല്ല പറയാ, കുൽഫു അല്ലാ. അങ്ങനെ ഇപ്പോഴും നാടന്മാര് പറയല് കുൽഫു അല്ലാ, മഅദല്ലാ. സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്,
അതായത് നഴ്സറി പഠിക്കുമ്പോൾ പഠിച്ചത് തന്നെയാണ് ഇപ്പോഴും, കോളേജിൽ എത്തിയിട്ട് പറയുന്നത് തന്നെയാണ്. അത് ഖുർആൻ അല്ലാത്തതുകൊണ്ടല്ല. ഇപ്പോഴും റബാത്തിബ് സുന്നത്തിന് കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹ ഓതി വലദ്ദാലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അതന്നെ വരുന്നത്. വർഷം എത്രയായി? ഒന്ന് മാറാൻ, അതിൻ്റെ അപ്പുറത്തേക്കൊന്ന് പോവാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാണ് അവഗണന. അതിൻ്റെ പേരാണ് അവഗണന. ഒരു ദിവസം ഒരായത്ത് പഠിച്ചെങ്കിൽ ഇപ്പം ഹാഫിളായിട്ടുണ്ട്. ആഗ്രഹം അല്ലെങ്കിൽ കുറുതെല്ലാം പറഞ്ഞ അങ്ങനല്ലേ. ഒരു ദിവസം സൗദിയായിൽ ബക്കാലയിൽ ജോലിയുള്ള ഒരു മനുഷ്യൻ, നമ്മളെ ഉനീസ് പാപ്പിനിശ്ശേരിന്റെ ഉപ്പാന്റെ അനിയൻ, ബക്കാലയിൽ ജോലിക്കാരൻ. ഞാൻ നേർക്ക് നേരെ മൂപ്പറ നാവെന്ന് കേട്ടോണ്ട് ഇങ്ങനെ പറയും. ബക്കാലിലെ ജോലിക്കാരൻ ദിവസം ഓരോ ആയത്ത് വെച്ചിട്ട് പഠിച്ചു. ഇനി നല്ല പക്ക ഹാഫിളാണ്. മൂപ്പർ ചോദിക്കാണ്, ആൾക്കാർ എത്ര സമയാ പാഴാക്കിക്കളയുന്നു. ഖുർആനിനോടൊരു താല്പര്യവും പരിഗണനയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ പ്രത്യേകത അതിൽ ഖുർആൻ ഇറക്കപ്പെട്ടു എന്നതാണ്. അപ്പൊ അതിന് ഫദ്ല് വന്നു എങ്കിൽ റമദാനിൽ ഏറ്റവും അധികം നമുക്ക് ചെയ്യാനുള്ള ഒരു ജോലി പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. അതിപ്പോഴേ തുടങ്ങണം. സലഫുസ് സാലിഹുകൾ ശഅബാൻ മാസത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ഓത്ത് തുടങ്ങി. ഉലമാക്കൾ പറയാറുണ്ട്, റമദാനിൽ ഒരു ഖത്മെങ്കിലും തീർക്കാനുള്ള നിയ്യത്ത് വെക്കണം. ഒന്നെങ്കിലും തീർക്കാൻ, ഒന്ന് പോരാ, ഒന്നെങ്കിലും. ശരിക്കും റമദാനിന്റെ ആത്മാവറിഞ്ഞ് റമദാനെ സ്വീകരിച്ച സന്തോഷിച്ച മുഅ്മിൻ ആദ്യം ഓതുന്നത് പോലെ ആയിരിക്കൂല രണ്ടാമത്തെ ദിവസം ഓതുക. രണ്ടാം ദിവസം ഓതുന്നത് മൂന്നാം ദിവസം ഓതിയത് രണ്ടാം ദിവസം ഓതിയ പോലെ ആയിരിക്കൂല. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഓതുന്ന പേജുകളുടെ എണ്ണം കൂടി വരും. പോലീസ് അറിഞ്ഞ മുമ്പിന്റെ അറിയാത്തവന്റെ പേജുകളുടെ എണ്ണം കുറഞ്ഞ് ഇങ്ങോട്ട് വരും. എങ്ങനെയാ സാധാരണ ഉണ്ടാല്? ആദ്യത്തെ ദിവസം ദുഹർ വരെ പള്ളി തന്നെ. ദുഹറിന് വന്ന് നോക്കിയാൽ അവിടെ നോതുന്നു, ഇവിടെ നോതുന്നു, അവിടെയാണ് ഇവിടെയാണ്. ഒരു ശബ്ദം മൊത്തം പള്ളിയിൽ ഖുർആനോത്തിന്റെ. ആദ്യത്തെ 10 കഴിഞ്ഞപ്പോഴേക്കും ആളുടെ എണ്ണം കുറഞ്ഞു. ഒരു 15 കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മൊബൈലിലേക്കാക്കി ഓത്ത്. ഖുർആൻ പിടിച്ചിട്ട് ഇരിക്കാൻ കഴിഞ്ഞില്ലപ്പ. 20 കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഓത്തിന്റെ ഒരു രസം കുറഞ്ഞ പോലെ. കുറച്ച് ഓതുമ്പക്കൻ എന്ത് വരുത്തായി? ഉറക്കം വരുത്തായി, പിന്നെ ഉറങ്ങലായി. ലാസ്റ്റ് 10 അഥവാ ഒരു മുഅ്മിന് ഏറ്റവും അധികം ഖുർആൻ ഓതേണ്ടുന്ന ദിവസങ്ങളിൽ ഖുർആൻ ഓതാത്ത രീതിയിലായി, തിരക്കിലായി. ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, അവരും ആദ്യത്തെ 10 10 മിനിറ്റ് സമയം ഒഴിവാക്കിയെടുത്തോതും. എന്നാ കുറച്ച് ലാസ്റ്റേക്ക് ആകുമ്പോഴും ആ സമയത്തും പിന്നെ ഷോപ്പ് തന്നെയായി. അങ്ങനല്ല. നമ്മുടെ സലഫുകളാണ്, മുവഹിദുകളാണ്. സലഫുകളുടെ മൻഹജ് പരിശുദ്ധ റമദാനിൽ ഒന്ന് പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്താണ്. അത് ദിവസം കഴിയും തോറും ആയത്തുകളുടെ എണ്ണം, പേജിന്റെ എണ്ണം, സൂറത്തിന്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കണം. അതിലൊരു കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്നും ആരെങ്കിലും ഒരക്ഷരം ഓതിയാൽ ഫലഹു ബിഹി ഹസന, ഒരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, 1 10 സമമാണ്. റമദാൻ മാസത്തിൽ അത് ഇലാ 700 ഇരട്ടിയായി വർദ്ധിക്കപ്പെടും. അപ്പൊ റമദാൻ അല്ലാത്ത ഇപ്പൊ ഓതിയാൽ ഒരു അക്ഷരത്തിന് എത്ര? 10. അലിഫ് ലാം മീം കൂടി എത്രയായി ഇപ്പൊ ഓതിയാൽ? 30. റമദാനിൽ 700 ഇരട്ടി, 1ന് 700. അപ്പൊ അലിഫ് ലാം മീം എത്രയായി? 1200. ഞാൻ പറഞ്ഞതന്നെ ശരി. ഞാൻ മാത്സിൽ പൊട്ടിയതാ, SSLCക്ക് കണക്കറിയില്ല. 1ന് 700 പരിശുദ്ധ റമദാനിൽ. എങ്കിൽ അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ പരിശുദ്ധ ഖുർആനിന്റെ ഓത്ത് തിലാവത്ത് വർദ്ധിപ്പിക്കുന്നിടത്തോളം കൊണ്ടുപോകാനുള്ള പെട്ടിയിൽ നന്മകൾ കൂടും. അമൽ വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട അമൽ ഖുർആന്റെ പാരായണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മാഹിറു ബിൽ ഖുർആൻ, ഖുർആൻ വളരെ നന്നായി ഓതാൻ അറിയുന്ന ഒരാൾ, പഠിച്ചാൽ ഹിഫ്ദുണ്ട്, അർത്ഥം അറിയാം,
അതിന്റെ തഫ്സീർ അറിയാം, നല്ല മനോഹരമായി ഓതാൻ അറിയാം. അവൻ മഅൽ കിറാമിസ് സഫറത്തിൽ ബററ, പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ട മലായികത്തിന്റെ കൂടെയായിരിക്കും അവർ. എന്നാലോ പരിശുദ്ധ ഖുർആൻ അത്രക്ക് നന്നായിട്ട് ഓതാൻ അറിയില്ല. എന്നാലും ഓതാൻ ആശയുണ്ട്, ആഗ്രഹമുണ്ട്. അതിനവൻ വളരെ കഷ്ടപ്പെട്ടു. വല്ലദി യഖറഉഹു വയതഅതഉ ഫീഹി വഹുവ അലൈഹി ഷാഖുൻ, പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് എനിക്ക് ഓതണം, കൂലി കിട്ടണം. ഒരക്ഷരത്തിന് 700 കിട്ടാൻ പോകുന്നത്. റമദാൻ തീരുമ്പോ ഓതിയാൽ എത്ര നന്മയാ കിട്ടാൻ പോകുന്നത്, ആഖിറത്തിലേക്ക് എത്രയാ സമ്പത്താവുന്നത്. ആ ആശയിൽ അവൻ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടു ഓതിയാൽ ഫലഹു അജ്റാൻ, ഓന് 2 കൂലിയാണ്. അപ്പൊ ഹാഫിദിന് 700, ഹാഫിദ് അല്ലാത്താക്ക് ഒരക്ഷരത്തിന് 1400. അത് ഏറ്റവും ചുരുങ്ങിയ കണക്കാണ്. കൂടിയാൽ അതിന്റെ അപ്പുറത്തെത്താൻ അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പം പറയുന്നതിനറിയും നീയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നീയത്ത് ചെയ്യാൻ വേണ്ടിയാണ്. നീയത്ത് ചെയ്ത് അള്ളാഹുവിൽ തവക്കുലാക്കിയ മുഅ്മിനിന് തൗഫീഖ് കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ റമദാനിൽ പരിഗണിക്കണം. ഖുർആന്റെ തിലാവ മനോഹരമാവണം. മത്സരിച്ച് വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിച്ച് ഖുർആൻ ഓതണം. ലാസ്റ്റ് 10 ആകുമ്പോഴേക്കും ഏറ്റവും അധികം സമയം ഖുർആനുമായിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സലഫുസ് സാലിഹീകൾ ഹദീസിന്റെ ക്ലാസും തഫ്സീറിന്റെ ക്ലാസും ഒക്കെ പൂട്ടി എല്ലാവരെയും പള്ളിയിൽ നിന്ന് വിട്ട് അവർ ഖുർആനുമായി മൂലയിൽ ഇരിക്കുമായിരുന്നു എന്ന കിതാബുകളുണ്ട്. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ റമദാനിന് പ്രത്യേകത കിട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പെന്ന ഇബാദത്തിനെ ആ മാസത്തിൽ ഫർദാക്കി എന്നുള്ളതാണ്. അതിന് മുമ്പും നോമ്പുണ്ട്. ഖുറൈശികൾ ജാഹിലിയ്യത്തിൽ തന്നെ നോമ്പെടുത്തിട്ടുണ്ട്. പക്ഷെ റമദാനിനെ നോമ്പ് നിർബന്ധമാക്കാനായിട്ട് അള്ളാഹു സെലക്ട് ചെയ്തു. എന്തുകൊണ്ട്? അള്ളാഹു ആലം. അതുകൊണ്ട് ശവ്വാൽ എന്തുകൊണ്ടാക്കില്ല അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അതിന് നമുക്കൊരു കാര്യമില്ല. അള്ളാഹു റമദാനിനെ സെലക്ട് ചെയ്തു. അതുകൊണ്ട് നോമ്പ് ആ മാസത്തിലുള്ളത് കൊണ്ട് റമദാന്റെ പ്രത്യേകത കിട്ടി. അപ്പൊ RSPക്ക് ശരിക്കുള്ള നോമ്പുണ്ടാവില്ല. ഓൻ എങ്ങനെങ്കിലും എടുത്ത് തീർക്കാനാണ് നോക്കുക. ഇതെന്തമായി തീരാത്ത? എത്ര ദിവസമായിടാ? 18. ഇത്ര കാലം തീരുന്നില്ലല്ലോ ഇത്. പിന്നെയും ചോദിക്കും എത്രയായിടാ? 23. ഇതെന്തിപ്പോ തീരാത്തത്? ഇങ്ങനെയായിരിക്കും RSPന്റെ നോമ്പ്. എന്നാൽ മുഅ്മിനിന്റെ നോമ്പോ ഓരോ ദിവസവും അവൻ ആസ്വദിക്കും നോമ്പിനെ. എന്തുകൊണ്ടറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അസ്സൗമു ലീ കുല്ലു അമലി ഇബ്നി ആദമ ലഹ്, ആദമിന്റെ മക്കൾ ചെയ്യുന്ന എല്ലാ അമലുകളും അവനുള്ളതാണ്. ഇല്ല സൗം, നോമ്പൊഴികെ. നോമ്പുവിനുള്ളതല്ലേ? ആണ്. പക്ഷെ എന്താ ഈ പറഞ്ഞ വാക്കിന് അർത്ഥം എന്നറിയോ? ഒരു ഉദാഹരണം പറയാം, അപ്പൊ മനസ്സിലാവും. ഒളവണ്ണയിൽ ഒരു ചെക്കൻ്റെ പെണ്ണുകെട്ട് വന്നു. പെണ്ണ് റെഡിയായി. പെണ്ണിന്റെ അമ്മാവന്മാർ എന്ത് ചെയ്യും? ഇവനെപ്പറ്റി അറിയാൻ വേണ്ടി ഒളവണ്ണയിലേക്ക് വരും. ഓനെപ്പറ്റി പള്ളിക്കാരുമായി, പള്ളിയിൽ വരുന്ന ആൾക്കാരുമായി, സമൂഹത്തിൽ അറിയപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ ഒരു അന്വേഷണം നടത്തും. ഇവന്റെ എന്ത് കണ്ടിട്ടാണ് നമ്മൾ നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം? പള്ളിയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. സുബഹിന്റെ ജമാഅത്തിനൊക്കെ കൃത്യമായിട്ട് വരും. ഖുർആൻ ക്ലാസ്സിൽ ഫസ്റ്റ് ഉണ്ടാവും. നമ്മുടെ തൗഹീദി ദഅവ മേഖലയിലൊക്കെ ആള് നല്ല സജീവമാണ്, ആള് തിരക്കേടില്ല. അഥവാ ഇവൻ ചെയ്ത അമലുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? ഓനെപ്പറ്റി നല്ല അഭിപ്രായം പറയാം. അതാ അള്ളാഹു ആ പറഞ്ഞ്, നിങ്ങൾ ചെയ്യുന്ന ആദം സന്തതികൾ ചെയ്യുന്ന ബാഹ്യമായ അമലുകൾക്ക് ആഖിറത്തിൽ മാത്രമല്ല കൂലി, ദുനിയാവിൽ ഇങ്ങനത്തെ ചില നേട്ടങ്ങളും അവന് കിട്ടാനുണ്ട്, നോമ്പൊഴികെ. എന്താ കാരണം? അതാരും അറിയില്ല. നിസ്കാരം കാണും, ഖുർആനോത്ത് കാണും, പള്ളിയിൽ വന്ന കാണും, തൗഹീദിന്റെ ദഅവത്തിൽ കാണും, എല്ലാത്തിലും ആൾക്കാർ കാണും. പക്ഷെ നോമ്പ് മനസ്സിലാവില്ല, ഒരിക്കലും അറിയാൻ കഴിയില്ല. ചിലപ്പോൾ ചില ആൾക്കാർ പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് ക്ഷീണിച്ച അവസ്ഥനായിരിക്കുന്നുണ്ടാവും. നമ്മൻ പറയും പാപം, നോമ്പ് തലക്ക് പിടിച്ച് ചൂട് കാലത്ത് ഓന് നോമ്പേ ഇല്ല. പക്ഷെ ഓൻ്റെ മുഖം കണ്ട് നമ്മൻ പറയും നോമ്പുണ്ട്. വേറെ ചില പിള്ളേരുണ്ടാവും, മാഷാ അല്ലാഹ് നല്ല ആരോഗ്യമുള്ള ആൾക്കാർ, വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് വത്തക്ക മുറിക്കുന്നു, പൈനാപ്പിൾ ചെത്തുന്നു, ജ്യൂസ് ഉണ്ടാക്കുന്നു, അപ്പുറത്തുനിന്ന് ബിരിയാണി കെട്ടുന്നു, ബെഞ്ചിടുന്നു, ഡെസ്ക് ഇടുന്നു, പയറ് പോലെ. ഓനെ നോക്കിയിട്ട് എന്താ പറയാ? ഇവൻ കോഴിക്കോട് ടൗണിനായിട്ട് ഉച്ചക്ക് പോയിന്ന് തോന്നുന്നു. ആരും കാണാണ്ട് പോയിട്ട് ബിരിയാണി അടിച്ചിട്ട് വന്നു. ഒരു ഉഷാറ്, ഭയങ്കര ഉഷാറ്, ഒരു ക്ഷീണം കാണുന്നില്ല.
ആ ഉഷാർ നോമ്പില്ല എന്ന് പറയാനുള്ള കാരണവുമല്ല, ഈ ക്ഷീണം നോമ്പുണ്ട് എന്ന് പറയാനുള്ള കാരണവുമല്ല. ഫിഖഹിന്റെ ചില മസലകളുണ്ട് ഷാഫി മദ്ഹബില്. ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാലം കുളിക്കാൻ പാടില്ല, കറാഹത്താണ്, തെറ്റാണ്, ശരിയല്ല, അത് തെറ്റാണ് ആ അഭിപ്രായം. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുറ്റത്ത് ഒരു വലിയ ചെമ്പ് പാത്രത്തിൽ തണുത്ത വെള്ളം നിറച്ച് ഉച്ച കഴിഞ്ഞാൽ ഇതിൽ കയറിയിരിക്കുമായിരുന്നു ക്ഷീണം കളയാൻ. അപ്പൊ ക്ഷീണത്തിന്റെ പേരല്ല നോമ്പ്. നോമ്പെന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയുടെ പേരാണ്. അള്ളാഹു ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രാവിലെ തൊട്ട് മഗ്‌രിബ് വരെ ചെയ്യാതിരിക്കുന്നതിന്റെ പേരാണ് നോമ്പ്. ഇങ്ങനെ ക്ഷീണം കൂടിയാൽ കൂലി കൂടുതൽ കിട്ടൂല. നമ്മളെന്ത് ചെയ്യുക? കൂലി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കുക. ചില ആൾക്കാർ അത്താഴം കഴിക്കൂല. അന്തരം അത്താഴം കഴിക്കാത്തത് ഒരു ക്ഷീണം ഉണ്ടാവില്ല. പോയി നോമ്പാകുമ്പോൾ ഒരു ക്ഷീണമെല്ലാം വേണ്ടേ? അതുകൊണ്ട് ഒരു കട്ടൻ ചായയും ഒരു ഈത്തപ്പഴയും പിശുക്കാൻ. അത്താഴം നന്നായിട്ട് കഴിക്കണം. കാരണം എന്താ അറിയോ? നാളെ ക്ഷീണിക്കാൻ പാടില്ല. ഇബാദത്ത് ചെയ്യാനുള്ളതാണ്, മുലക്കാവാൻ പാടില്ല. ഓതാനുണ്ട്, നിസ്കരിക്കാനുണ്ട്, തറാവീഹ് നിസ്കരിക്കാനുണ്ട്. നല്ല ഉഷാറുണ്ടാവണം നോമ്പുകാരന്, സ്വാഇമിന്. ക്ഷീണിച്ചാലൊന്നും കൂലി അധികം കിട്ടൂല. ചില ആൾക്കാർ വെയിലത്ത് ഇങ്ങനെ നടക്കും. എന്തിന്? വിയർത്ത് ക്ഷീണിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ കോയിനെ പോലെ ആവണം. എന്തിനാ? ഭയങ്കര കൂലി കിട്ടും. ഒരു കൂലിയും കിട്ടില്ല. അതല്ല നോമ്പ്. നോമ്പ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കലാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് അസ്സൗമു ലീ വ അന അജ്സീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ കൂലി ഞാൻ കൊടുത്തോളാം. എത്ര ഖുർആനിലുമില്ല, ഹദീസിലുമില്ല. നോമ്പിൻ്റെ കൂലി അത്ര വലിയ ഇബാദത്താണ്. യദഉ തആമഹു വശറാബഹു മിൻ അജ്ലി. എൻ്റെ അടിമ എനിക്ക് വേണ്ടിയാ തിന്നാത്തത്, കുടിക്കാത്തത്. നല്ല മട്ടൻ മന്തി, ആവി പറക്കുന്ന മന്തി വന്നിട്ട് റൂമിൽ വെച്ച് വാതിലിട്ട് പൂട്ടി, നമ്മൾ ചങ്ങായിമാർ മാത്രമേ ഉള്ളൂ, ഓരും അറിയാൻ പോകുന്നില്ല. തിന്നാൽ നല്ല വിശപ്പുണ്ട്, ഒരു കുഞ്ഞി അറിയില്ല. എന്നാലും മുഅ്മിൻ തിന്നൂല, RSP കാരൻ തിന്നു. കാരണം ഒരു നോമ്പറിയില്ല, റമദാൻ മാത്രമേ അറിയുള്ളൂ. വൈകുന്നേരം ഒന്ന് ക്ഷീണിച്ച് നിന്നാൽ മതിയും, കൂളായിട്ട് ഒന്ന് തിന്നിട്ട് വരും. മുഅ്മിൻ തിന്നൂല. തിന്നാൽ ആരും കാണൂല, ആരും അറിയൂല. ഇവിടുന്ന് ബസ് കയറി ടൗണിലേക്ക് പോയി ഏതെങ്കിലും മൂലക്കുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് 2 ചപ്പാത്തിയും ബീഫും പൊറോട്ടയെല്ലാം അടിച്ചാൽ ആരറിയാമോ എന്നുള്ളതിൽ ആരും അറിയില്ല. പക്ഷെ മുഅ്മിൻ ചെയ്യൂല. അതാ അല്ലാഹ് പറഞ്ഞത്, എന്നെ മാത്രം പേടിച്ചിട്ടാ തിന്നാത്തത്, എന്നെ മാത്രം പേടിച്ചിട്ടാ കുടിക്കാത്തത്, എന്നെ മാത്രം പേടിച്ചിട്ടാ പകൽ സമയത്ത് ഭാര്യയെ സമീപിക്കാത്തത്. കൂലി ഞാൻ കൊടുത്തോളാം, എത്രയെന്ന് ഞാൻ പറയുന്നില്ല. അത്ര വലിയ ഇബാദത്താണ് നോമ്പ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും പരിശുദ്ധ റമദാനിൽ ഈമാനോടെയും ഇഹ്തിസാബോടെയും നോമ്പെടുത്താൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. 2 നിബന്ധനയോടെ. അപ്പൊ എല്ലാം RSP കാരന് പ്രതീക്ഷിക്കേ വേണ്ട. റമദാൻ സ്പെഷ്യൽ പാർട്ടികൾക്ക് ഈ പറയുന്ന കൂലിയില്ലേ ഇല്ല. 2 ഷർത്തുകൾ പാലിച്ചവര് മാത്രം. ഒന്നാമത്തെ ഷർത്ത് ഈമാനൻ, വിശ്വാസത്തോടെ, അഥവാ എന്റെ റബ്ബിന്റെ കൽപ്പനയായതുകൊണ്ടാ ഞാൻ നോമ്പെടുക്കുന്നു. ആരെയും കാണിക്കാനല്ല. റമദാനായിപ്പോയി, കുഞ്ഞാൻ കൂടെ കുഞ്ഞാൻ, എല്ലാവർക്കും നോമ്പ്, എനിക്കും നോമ്പ്, എല്ലാവരും മുറിക്കുന്നു, ഞാനും മുറിക്കുന്നു, ഉണ്ടല്ലോ. നോമ്പ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോമ്പ് ഉറക്കാൻ വേണ്ടി കൂടെ കൂടും. അതല്ല, എൻ്റെ അള്ളാന്റെ കൽപ്പനയാണ്. 2 കാര്യം ഈമാനോടെ നോമ്പെടുക്കുന്ന സൂക്ഷിക്കും. എന്തൊക്കെയാണെന്നറിയോ? നോമ്പ് ബാത്തിലാവുന്നതിനെയും സൂക്ഷിക്കും, നോമ്പിന്റെ സവാബ് ബാത്തിലാവുന്ന കാര്യങ്ങളും സൂക്ഷിക്കും. അതാണ് ഈമാൻ. 2 തരം ബാത്തിലുകളുണ്ട് നോമ്പിന്. ഒന്ന്, നോമ്പെന്ന് പറയുന്ന ഇബാദത്ത് ബാത്തിലാവുന്ന കാര്യം, അഥവാ തിന്നുക, കുടിക്കുക, ഭാര്യാബന്ധു ഭർത്തത്തിൽ ഏർപ്പെടുക, ഇതൊക്കെയാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ പോയി, നോമ്പ് പോയി, എന്ത് ചെയ്യാം? ഖളാ വീട്ടാം. എന്നാൽ നോമ്പിന്റെ സവാബിനെ നശിപ്പിക്കുന്ന ബാത്തിലാക്കുന്ന കാര്യങ്ങളുണ്ട്. നാവിനെ സൂക്ഷിക്കാതിരിക്കുക, കണ്ണിനെ സൂക്ഷിക്കാതിരിക്കുക, കാതിനെ സൂക്ഷിക്കാതിരിക്കുക. ഹറാമ് കാണുന്നു, നോക്കുന്നു, ഹറാമ് പറയുന്നു, കേൾക്കുന്നു, ഹറാമുമായി ബന്ധപ്പെടുന്നു, തെറിവിളിക്കുന്നു, ചീത്ത പറയുന്നു, ആരോപണം പറയുന്നു, ദുനിയാവിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു, കളിതമാശയിൽ ഏർപ്പെടുന്നു. ഇത് നോമ്പിന്റെ സവാബിനെ നശിപ്പിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, റുബ്ബ സായിമിൻ, റുബ്ബ സായിമിൻ, എത്ര നോമ്പുള്ളവരാണ്. നോമ്പ് ഒഴിവാക്കിയവരെന്നല്ല, നോമ്പുള്ളവരാണ്. പക്ഷെ അവന്റെ നോമ്പ് കൊണ്ട് അവനാകെ കിട്ടിയത് ഇല്ലൽ ജൂഉ,
വൽ അതശ്. കുറച്ച് വിശപ്പും കുറച്ച് ദാഹവും മാത്രം. അതാണ് RSPന്റെ നോമ്പ്. പക്ഷെ മുഅ്മിൻ അങ്ങനെയല്ല. അവന് വിശപ്പുണ്ട്, ദാഹമുണ്ട്, പക്ഷെ അതല്ല ഓന് കിട്ടിയത്. അതിൻ്റെ അപ്പുറത്തവൻ അതീവ സൂക്ഷ്മതയായിരിക്കും. സവാബിനെ ബാത്തില കണ്ണിനെ സൂക്ഷിക്കും. അത് നോമ്പിന്റെ ഒന്നിനെങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതിൻ്റെ 100 മടങ്ങ് ശക്തിയിലായിരിക്കും അവസാനം സൂക്ഷിക്കുക. നമ്മൾ അവിടെയാണ് പരാജയപ്പെടുന്നത്. ആദ്യം റമദാൻ ആയപാട് മോനെ മതി, ഇനി ഇൻസ്റ്റ തൽക്കാലം വേണ്ട, ഇൻസ്റ്റ ഡിലീറ്റ് ആക്കി, 1 മാസത്തേക്ക് ഫേസ്ബുക്കെല്ലാം ലോഗോട്ടേക്ക്. ശരിയാവില്ല, ഫിത്തനയാണ്. നോമ്പ് പത്തിലേക്ക് പോകും, ഹറാമ് കാണേണ്ടി വരും, ഹറാമ് കേൾക്കേണ്ടി വരും. നോമ്പിൻ്റെ 1, 2, 3, 4, 5, 6 കഴിഞ്ഞപ്പോഴേക്കും ന്യൂസ് ഒന്നും അറിയുന്നില്ല. ഫേസ്ബുക്ക് ആക്കി ന്യൂസ് മാത്രം കേൾക്കും. കാരണം തിരുവനന്തപുരത്ത് 5 ആളെ കൊല്ലുന്നു, എന്താ ലോകമല്ല, അല്ലാഹു കാക്കട്ടെ. അവിടെ കൊല, ഇവിടെ കൊല, അവിടെ കളവ്, ഇവിടെ കളവ്, ഇതെല്ലാം അറിയണ്ടേ. അങ്ങനെ ഫേസ്ബുക്ക് ആക്കി. അങ്ങനെ ഫേസ്ബുക്ക് കഴിഞ്ഞിട്ട് 10-15 കഴിഞ്ഞപ്പോൾ ഒരു നല്ല പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ, ക്ലിപ്പുകളൊക്കെ ഇൻസ്റ്റ എന്തായാലും ആക്കാം. ഇൻസ്റ്റയിൽ അങ്ങനെ കുറേ എന്തെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മളെ മഹാൻ പണ്ഡിതന്മാരുടെ നല്ല ഷോർട്സുകൾ, ക്ലിപ്പുകളൊക്കെ നമുക്ക് നോമ്പിന് നല്ല തഹ്വക്ക് നല്ല ഇത് തരുന്ന, അങ്ങനെ ഇൻസ്റ്റയാക്കി. ഏറ്റവും നന്നായി നോമ്പിനെ ശ്രദ്ധിക്കേണ്ട അവസാനത്തെ 10 നമ്മൾ സാധാ പോലെയായി. 27 കഴിഞ്ഞു, 28, 29 അന്നാണ് സഹാബാക്കൾ ഏറ്റവും അധികം നോമ്പിനെ സൂക്ഷിച്ചത്, നാവിനെ ഏറ്റവും അധികം പിടിച്ചു വെച്ചത്, കണ്ണുകൾ ഏറ്റവും അധികം സൂക്ഷിച്ചത്, ഏറ്റവും അധികം പള്ളിക്കുള്ളിൽ അടയിരുന്നത്. റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങള് നമ്മളപ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് പുറത്തായി. സഹാബത്തിന്റെ നോമ്പ് ഇങ്ങനെയാ പോയത്, നമ്മളെ നോമ്പ് നേരെ കുത്തനെ. നോമ്പ് 25 കഴിയുമ്പോൾ ഹൈലൈറ്റ് മാളിൽ പോയി നോക്കി നോക്കി, ആരാണ്ടാലും മിഠായി തെരുവെന്ന് പോയി നോക്കി. നമ്മളെ കോഴിക്കോടുകാരുടെ സ്വന്തം മിഠായി തെരുവില് ഒരു 25 കഴിയുമ്പോഴേക്ക് ഈമാനനാവൂല. ഈമാനൻ എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, നോമ്പ് അസ്സൗം റമദാനിൽ അല്ലാഹു നിർബന്ധമാക്കിയപ്പോൾ റമദാന്റെ പോരിശ കൂടി. കാരണം അത്ര വലിയ ഇബാദത്താണത്. അതിനൊരു മാസം അല്ല തന്നത്, 1 തൊട്ട് 30 വരെ. 1 തുടങ്ങി 30 എത്തുമ്പോൾ ഏറ്റവും ടോപ്പ് നോമ്പായിരിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഈമാനൻ, അതാ ഈമാൻ എന്ന് പറഞ്ഞാൽ അത്ര എൻ്റെ റബ്ബിന് തൃപ്തിയാവണം, എൻ്റെ റബ്ബ് സ്വീകരിക്കണം, അവന് ഇഷ്ടമാവണം. അതിന് ഞാൻ എങ്ങനെയാ ചെയ്യേണ്ടത്, ഞാൻ എന്താ സൂക്ഷിക്കേണ്ടത്, അങ്ങനെ. വഹ്തിസാബൻ, എന്താ അർത്ഥം? പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും. എങ്ങനെയായിരിക്കും പ്രതിഫലം ആഗ്രഹിക്കുന്നവൻ്റെ നോമ്പ്? 1ാമത്തെ ദിവസം പോലെ ആയിരിക്കൂല 2ാമത്തെ ദിവസം. കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും. ഖുർആനോത്ത് കൂടി, ദുആ കൂടി, പള്ളിയിൽ വരുത്ത് കൂടി, നിസ്കാരം കൂടി, സുന്നത്ത് കൂടി, അതിങ്ങനെ കൂടി പോകായിരിക്കും. ലാസ്റ്റ് 10 ആകുമ്പോഴേക്കും ഏറ്റവും ടോപ്പിലായിട്ടുണ്ടാവും. ഇഹ്തിസാബൻ. അതുകൊണ്ടല്ലേ സദഖ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പായി കഴിഞ്ഞാൽ കരീഹിൽ മുർസല, കൊടുങ്കാറ്റ് പോലെയാണ്. നമ്മൾ ആദ്യമൊക്കെ പള്ളിയിൽ വരുന്ന പിരിവിനെല്ലാം ഇഷ്ടം പോലെ കൊടുക്കും. ലാസ്റ്റെല്ലാം നമുക്ക് എന്താ പറയാ, എന്ത് എപ്പം പിരിവ്, 5 ഭക്തിനും പിരിവ്, ഇങ്ങനെയുണ്ടോ ഒരു പിരിവ്? കൊടുക്കുന്നതിനൊരു പരിധിയില്ലേ? തോറ്റുപോകും. ശരിക്കും പറഞ്ഞാൽ ആദ്യം കൊടുക്കേണ്ടതല്ല, ആദ്യം കൊടുക്കണം. ഏറ്റവും അധികം കൊടുക്കേണ്ടത് ലാസ്റ്റ് ആകുമ്പോഴാണ്. ഇഹ്തിസാബ്. കാരണം എന്താ അറിയോ, ഇവൻ നോമ്പെടുക്കുന്നത് കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ തീരാൻ പോവാൻ, അവസരം നഷ്ടപ്പെടാൻ പോവാൻ. ഇനി എത്രയാൾക്ക് ചെയ്യാൻ പറ്റിയ ആ പ്രതീക്ഷയിലും ആശയിലും കൂട്ടിക്കൊണ്ടുപോകും. നമ്മൾ കുറക്കുന്നവരായി പോയി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന റമദാൻ ആ രീതിയിൽ നോമ്പെടുക്കണം. ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബി. അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടിരിക്കുന്നു. അവനാണ് പെരുന്നാളിന്റെ സമ്മാനം. കാരണം എന്താ, ഒരു മാസം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി. അല്ലാഹു തൗഫീഖ് നസീബാകട്ടെ. അതിനോട് ചേർത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 2ാമത്തെ ഒരു വാക്ക് പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. റമദാനിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ, അതും എന്ത് നിബന്ധനയോടെ? ഈമാനൻ വഹ്തിസാബൻ. ഒന്നെന്റെ അള്ളാഹു കൽപ്പിച്ചുകൊണ്ടാണ്. അള്ളാഹു തന്ന ഈ 2 ടയറില്ലേ, ഈ ടയർ ഇത് പഞ്ചറായാൽ പിന്നെ നമ്മളാരുമല്ല, നമ്മളൊന്നിനും കൊള്ളൂല. നമ്മളെ ഇപ്പോഴത്തെ ആരടാ നീ, ഞാനടാ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടറിയോ? ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ്.
ഇതൊന്ന് തളർന്ന് പേച്ചായാൽ മതി. കസരമായി പോയി അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വീണു പോയാൽ എല്ലാ അഹങ്കാരവും പോയി, എല്ലാ കിബറും പോയി. ആശയുണ്ടാവും ഓടാൻ, ആഗ്രഹം ഉണ്ടാവും ചാടാൻ, സ്വപ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അനക്കാൻ കഴിയില്ല. അള്ളാഹു കാക്കട്ടെ. ഈ 2 ടയറിന്റെ ശുക്റാണ് റമദാന്റെ രാത്രിയിൽ നിന്നിട്ടുള്ള തറാവീഹ് നിസ്കാരം. വാജിബല്ല, തറാവീഹ് നിസ്കാരം നിർബന്ധമല്ല. പള്ളിയിൽ ഇമാമിന് മഹല്ലിലെ ആൾക്കാരോട് നീ നിർബന്ധമായിട്ട് തറാവീഹിന് വന്നോളണം എന്ന് പറയാനുള്ള അവകാശേ ഇല്ല. കാരണം വാജിബല്ല, ഫർളല്ല, സുന്നത്ത് മാത്രം. പക്ഷേ ആസ്പിക്കാരൻ റമദാന്റെ ആദ്യം നിസ്കരിക്കും, ലാസ്റ്റ് നമുക്ക് പുറക്കാവും. എന്നാലോ റമദാനിന്റെ റൂഹറിന്റെ മുഅ്മിൻ അവസാനമാകുമ്പോഴേക്കും നിസ്കാരത്തിന്റെ നീളം കൂടും, സമയം കൂടും, ഭംഗി കൂടും, കുറയൂല. കാരണം ഈമാനൻ വഹ്തിസാബൻ. നമ്മൾ ശരിക്കും ചെയ്യേണ്ട സലഫികളാണ് നമ്മൾ. മൻഹജുസ് സലഫിന്റെ പിൻഗാമികൾ, മുവഹിദുകൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഈ പള്ളിയിൽ നടക്കുന്നുണ്ട്. ശിയാക്കൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല. തൗഹീദ് ഇല്ലാത്തവർ എന്ത് റമദാൻ, എന്ത് തറാവീഹ്, എന്ത് നിസ്കാരം? ഇവിടെ 8:45 തറാവീഹ്. ഒരു 9:25 എത്ര റക്അത്താവും? കയ്യോ? എന്നാലും അല്ല, 9:25 എത്ര റക്അത്താവും? 5 കഴിയും, 8 കഴിയുവാ. അപ്പൊ കൃത്യ ഫിക്സ് ടൈമാണ്. അതല്ല 6 റക്അത്ത് അറിയാൻ പറ്റും നമുക്ക്. നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് ടൈം നോക്കിയിട്ട് 9:15 4 റസൂലുള്ളാഹിന്റെ പള്ളിയിലെ തറാവീഹിന് സമയം നോക്കിയിട്ട് റക്അത്ത് പറയാൻ കഴിയില്ല. നമുക്കെന്തുകൊണ്ട് സാധിക്കുന്നറിയോ? ഫിക്സ്ഡ് ആണ് ടൈം. ഇമാമ് എത്തിക്കഴിഞ്ഞു, മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ് അദ്ദേഹം. സെക്രട്ടറി, ഇവിടുത്തെ സെക്രട്ടറിയുടെ ഉദാഹരണം പറയുന്നുണ്ട്, ദേഷ്യം പിടിച്ചേക്കല്ലേ. സെക്രട്ടറി വിളിച്ചിട്ട് ഇമാം സാബ് 10 बजे से पहले पूरा खत्म, लोग घर पे पहुंचना चाहिए 10 बजे. ഇമാമ് മാഷാഅല്ലാഹ് റാഹത്തായി, ബെദിർക്കല്ല. 9:55 ഫുള്ള് തീർത്ത്, 8 കഴിഞ്ഞ്, വിത്രും കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞു. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് സെക്രട്ടറിനോട് വേണ്ട സെക്രട്ടറി, അടുത്ത കൊല്ലം നിങ്ങൾ തന്നെ ഇമാമ്. ഇതെന്ത് തറാവീഹ്? ഇതിന്റെ പേര് തറാവീഹ് എന്നല്ല. ഇതെന്തോ നിർബന്ധമുള്ള പോലെ നിർബന്ധമേ അല്ല. തറാവീഹ് നിസ്കാരം വാജിബേ അല്ല, സുന്നത്തായ നിസ്കാരമാണത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ലാ തസ്അൽ അൻ തൂലിഹിന്ന വഹുസ്നിഹിൻ. നിങ്ങളുടെ നിസ്കാരത്തെ പറ്റി ചോദിക്കാൻ വന്ന ആളോട് റക്അത്ത് എത്രയേ ഉള്ളൂ? 11 ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 നിസ്കരിച്ചിട്ടുള്ളൂ. അത് മതി. അതിനേക്കാളും പിന്നാണ് ആവണ്ട നമ്മള്. പക്ഷെ അതെങ്ങനെ? ലാ തസ്അൽ, നീ ചോദിക്കണ്ട മോനെ. അൻ തൂലിഹിന്ന, അതിന്റെ നീളവും, വഹുസ്നിഹിന്ന, അതിന്റെ ഭംഗിയും. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഈമാനും RSP നിസ്കാരം എങ്ങനെയായിരിക്കും? റമദാൻ ഒരു 20 ഇമാമിനെ വിളിച്ചിട്ട് പറയും, ഇനിയിപ്പോൾ ആടൊന്നും ഉണ്ടാവില്ല, കുറച്ചേ 25 കഴിഞ്ഞു, 27 കഴിഞ്ഞു. കാരണം 27 എന്തുണ്ട്? ഒരു ഉറപ്പില്ല. എന്നാലും നമ്മുടെ ഭാഷയിൽ ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരും ഉണ്ടാവില്ല. നമുക്ക് പഴയ ഓർമ്മക്ക് നമുക്ക് അലംബറ റിപ്പീറ്റ് അടിച്ചിട്ട് വേഗം തീർക്കാം. 29 എല്ലാവരും പള്ളി ആരും ഉണ്ടായി, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞു, ഇമാം സാബ് ജൽദി ഖത്തം കറോ, ജൽദി ജായെങ്കെ. വേഗം തീർത്തിട്ട് എല്ലാവരും പോയി. ഇത് RSPന്റെ നിസ്കാരം. ഈമാനൻ വഹ്തിസാബൻ, കൂടി പോകും. കാലുവേന എടുക്കും, നടുവേന എടുക്കും. സഹാബാക്കൾ എന്താ ചെയ്തറിയോ? ബടിയും കുത്തിയിട്ട് നിന്നു. നമുക്കൊരു ഹദീസ് ഉണ്ട് തെളിവ്. നീ എന്താ ഫിത്നക്കാരനാണോ? എന്തിനാ പറഞ്ഞ നിങ്ങളുള്ള നിസ്കാരം നിസ്കരിക്കുന്ന ആൾക്കാരെ കൊണ്ട് തീർത്തിട്ട് വിട്ടൂടെ? നിയമം അതാണ്. ഇമാം എന്ത് ചെയ്യണം? നിസ്കാരം തീർക്കണം, അതാണ് നിയമം. പക്ഷെ മുഅ്മിനീങ്ങളുടെ സിഫത്ത് എന്താ? നിന്ന് നിസ്കരിക്കല. നമ്മൾ നിയമമല്ല നോക്കണ്ടത്, അവസരം കിട്ടുമ്പോൾ മുഅ്മിനീങ്ങളെ പോലെ ആവാൻ ശ്രമിക്കേണ്ടത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന് നീര് വന്നു. എന്തിനാ? ആ കാലുകൊണ്ട് നന്മയല്ലാണ്ട് വേറെ എന്താ അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തിട്ടുള്ളത്? ആ കാലുകൊണ്ട് എന്താ ചെയ്തിട്ടുള്ളത്? നന്മയല്ലാതെ, ഖൈറല്ലാതെ. എന്ത് പാപ അല്ലാഹുവിന്റെ റസൂലിന് പുറത്തു കിട്ടാനുള്ളൊന്നുമില്ല. ഭാര്യമാര് ചോദിച്ചു,
യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാപ്പ ഇത്രയും ഇങ്ങനെ നിൽക്കുന്നത്? കാലിന് നീര് കിട്ടുമ്പോൾ എന്തിനാ നിൽക്കുന്നത്? തിരിച്ചു ചോദിച്ചെന്താ അറിയോ? അഫല അകൂന അബ്ദൻ ശകൂറ, നന്ദി കാണിക്കണ്ടേപ്പാ എൻ്റെ റബ്ബിന്. എത്ര കൊല്ലമായി ഈ കാലുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. നമുക്കൊരു വേദന എടുക്കുമ്പോൾ, നടുവേദന എടുക്കുമ്പോൾ നമുക്ക് മടുത്ത് നിൽക്കണം. നിൽക്കാൻ കഴിയാത്ത ആള് ഇരിക്കണം, ഇരിക്കാനും കഴിയാത്ത ആള് കിടക്കണം. നിർബന്ധമല്ല, പക്ഷേ പെട്ടി നിറക്കണം. പെട്ടി നിറക്കാനുള്ള ചാൻസാ റമദാൻ. ആരുണ്ടാവൂല? ചങ്ങായി ഇല്ലല്ലോ, ചങ്ങായി ശങ്കരയിലായി. ഇനി പെരുന്നാൾ ഒന്നിനാ ചങ്ങായി വരിക. പെരുന്നാൾ ഒന്നിന് വെച്ചാൽ 29 രാത്രി പുറ കണ്ടപാട് അസ്സലാമു അലൈക്കും, എന്താ ഹബീബി, ഒരു മാസമായില്ല കണ്ടിട്ട് പോവല്ലേ, രാത്രി എന്നെ വിട്ടു ബീച്ചിലേക്ക്. ചങ്ങായി വന്നിട്ട് കൂട്ടിട്ട് പോയി. ശൈത്താൻ കൂടെ ഇല്ലാഞ്ഞിട്ട് പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നഫ്സിന്റെ കടുപ്പൊന്ന് ആലോചിച്ച് നോക്കി. ശൈത്താൻ കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 11 മാസം അവൻ ശരിക്കും പണിയെടുത്ത് ഹൃദയം കറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിൽക്കാൻ കഴിയുന്നില്ല, നിൽക്കുമ്പോൾ വേദന. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എത്ര സമയം ക്യൂ നിൽക്കും? നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കിട്ടാൻ വേണ്ടി KFC പോയിട്ട് എത്ര സമയം നിൽക്കല്? പുതിയ എന്തെങ്കിലും, കോഴിക്കോടല്ലേ പുതിയ ഹോട്ടൽ വന്നു, ഭക്ഷണപ്രിയന്മാരല്ലേ നമ്മൾ, പുതിയ ഹോട്ടൽ വന്നു, എത്ര സമയം പോയിട്ട് നിൽക്കുന്നുണ്ട്? കൈകെട്ടിട്ട് നിൽക്കുമ്പോൾ മാത്രം എന്തിമാമാണ് വൈ ഇത്രയായി ഇത് ഓതുന്നു, നിർത്തിക്കൂടെ ഇയാൾക്ക്? മനസ്സ് പറയാ കൈ കെട്ടിയിട്ട്. അങ്ങനെയല്ല. അതും നല്ല റാഹത്തില് നല്ലോണം തിന്നണം. ആരാ പറഞ്ഞ നോമ്പിൽ തിന്നാൻ പാടില്ല? അത് വെറുതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇല്ല, നല്ലത് തിന്നണം, നല്ലോണം തിന്നണം. ആവശ്യത്തിന് ഇസ്രാഫ് വേണ്ട. അത് റമദാൻ ആയാലും എന്തെങ്കിലും ഇസ്രാഫ് വേണ്ട. ഇത് വെറും ഒരു കഞ്ഞിയും പയറും, നോമ്പല്ലേ, എത്ര മതി. തറാമീൻ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നവനെ മേത്തി ചാരിയിട്ട് അവൻ ഉറങ്ങുക. മറ്റോ റുക്കു പോകാൻ പേടിയാ, അവൻ പോയാൽ വീണവും. അങ്ങനെ നിൽക്കല് റാഹത്തില്ല. നല്ല ഉന്മേഷത്തിൽ, നല്ല ആവേശത്തിൽ, ടിപ് ടോപ്പില് കുളിച്ച് ഫ്രഷായി അത്രം തേച്ചിട്ട് വേണം തറാവിഷ്കരിക്കാൻ വരാൻ, അള്ളാന്റെ മുമ്പിൽ നിൽക്കാൻ പോവാൻ. റമദാന്റെ സ്പെഷ്യൽ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി പോവാൻ ആ ആവേശത്തിലുണ്ടാവണം. റാഹത്തിൽ നിസ്കരിക്കണം. ഈമാനൻ വഹ്തിസാബൻ, കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റമദാന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമാണ്. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അള്ളാഹു തരുന്ന അവസരം ഇപ്പൊ നീയത്തെടുക്കേണ്ട സമയമാണ്. അസ്മ ചെയ്യണം, ഇങ്ങനെയാവണം ഇനി കിട്ടിയ റമദാൻ ഉപയോഗപ്പെടുത്തുന്നത്. സഹാബാക്കളുടെ കൂട്ടത്തിൽ 3 ചങ്ങാതിമാര്, 2 ആൾക്കാർ ഷഹീദായി, ഒരാൾ പരക്കി കിടന്നിട്ട് മരിച്ചു. വേറൊരു സഹാബി സ്വപ്നത്തിൽ കണ്ടു, ജിഹാദിൽ ഷഹീദാക്കപ്പെട്ട 2 പേരെക്കാളും നല്ല അവസ്ഥയിൽ ഈ വീട്ടിൽ കടന്നിട്ട് മരിച്ച ചങ്ങാതിയെ സ്വപ്നത്തിൽ കണ്ടു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് കാര്യം പറഞ്ഞു. ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു, മുമ്പ് ഷഹീദായ 2 ആൾക്കാരെക്കാളും വലിയ ദറജ 1 കൊല്ലം കഴിഞ്ഞ് പുരക്കിടന്ന് മരിച്ച ആ കൂട്ടുകാരന് കിട്ടിയിട്ടുണ്ടല്ലോ, അതെന്താ നബി അങ്ങനെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വീട്ടിൽ 1 വർഷം കഴിഞ്ഞ് വീട്ടിൽ വെച്ച് മരിച്ച ഒരാൾക്ക് 1 വർഷം അധികം ആയുസ് കിട്ടിയില്ലേ? അതേ നബിയെ. 1 റമദാൻ അധികം കിട്ടിയില്ലേ? അതേ നബിയെ. ആ റമദാൻ എന്തെല്ലാം അമൽ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ കൂലിയാക്കി കിട്ടാതിരിക്കോ? അവർ 2 പേരുടെയും ഇടയിലുള്ള ഗ്യാപ്പ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെയും ഇവന്റെയും ഇടയിലുള്ള വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം പോലെയാണ്. കാരണം 1 റമദാൻ അധികം കിട്ടിയപ്പോൾ പിടിച്ചു കയറി. അതിനു വേണ്ടി അള്ളാഹു റമദാൻ, അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് സന്തോഷം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹു തആല ചോദിച്ചു, ഒരു സത്യവിശ്വാസിക്ക് റമദാനിന്റെ വരവിൽ എങ്ങനെയാ സന്തോഷം വരാതിരിക്കുക? കാരണം അവസരങ്ങൾ അള്ളാഹു നൽകുമ്പം അത് പിടിച്ച് കയറാൻ വെമ്പുന്നവനാണ് സത്യവിശ്വാസി, മുഅ്മിൻ. മാത്രമല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോമ്പിന്റെ ഒരു പ്രതിഫലം പറഞ്ഞു. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, മൻ സാമ യൗമൻ, ആരെങ്കിലും ഒരാൾ 1 ദിവസം നോമ്പെടുത്താൽ, ഫീ സബീലില്ലാഹ്, അതാണ് ഷർത്ത്, അള്ളാന്റെ മാർഗത്തിൽ. 2 അർത്ഥങ്ങൾ മുഹദ്ദിസുകൾ പറഞ്ഞു ഫീ സബീലില്ലാഹ്. ഒന്നുകിൽ ജിഹാദിന് പുറപ്പെട്ടിട്ട് നോമ്പെടുത്ത ആള്, ഇപ്പൊ നമുക്കതിന്റെ സാഹചര്യമില്ല, അപ്പം മുഖ്ലിസൻ, അള്ളാഹ്ക്ക് വേണ്ടി. പിന്നെ എന്തിനല്ല?
ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ നിങ്ങളെ പറ്റി ആലോചിക്കുക, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ വയറ് വരുന്നു? നിങ്ങൾക്ക് ആഴ്ചയ്ക്ക് 2 നോമ്പെടുക്കാൻ പറയപ്പെട്ട ആൾക്കാരല്ലേ? മാസത്തിൽ അയ്യാമുൽ ബീദിന്റെ 3 ദിവസം നോമ്പ് സുന്നത്തല്ലേ? അപ്പൊ ആ നോമ്പെല്ലാം നിങ്ങൾക്ക് ഈ വയറ് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ആ 2 നോമ്പ് എടുക്ക്, ആഴ്ചക്ക് 2 നോമ്പെടുക്ക്, മാസം ആ 3 നോമ്പെടുക്ക്. എന്തിന്? ഈ സാധനം പോവാൻ. ഇത് പോവുമായിരിക്കും, പക്ഷെ നോമ്പാവില്ല. അതാണ് ഫീ സബീലില്ലാഹ്. ഫീ സബീലില്ലാഹ്. ചില ഡോക്ടർമാർ പറയും നോമ്പെടുക്കാൻ. ഡോക്ടർമാരെ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ വിളിക്കില്ലേ? റമദാനും നോമ്പും ആരോഗ്യവും ഫ്ലക്സ്. ഡോക്ടർ ആരാണ് ക്ലാസ് എടുക്കുന്ന? ആരാ? ബേബി മെമ്മോറിയലിലെ കെ കൃഷ്ണകുമാർ, ഡോക്ടർ കൃഷ്ണകുമാർ വന്നിട്ട് എന്തായിരിക്കും പറയാ? മിനിങ്ങളെ നോമ്പെടുക്കണം, ബാബു റയ്യാനിൽ കൂടി സ്വർഗത്തിൽ പോവാം, നിങ്ങളെ വായനാറ്റം കസ്തൂരിയേക്കാളും സുഗന്ധമാണ്, അമ്മ നിങ്ങളെ ഇഷ്ടപ്പെടും. അങ്ങനെ കൃഷ്ണകുമാർ പറയാ? അല്ല, നോമ്പെടുത്തോളി, കുടല് ശരിയാവും, കരള് ശരിയാവും, കിഡ്നി ശരിയാവും, ഹാർട്ട് ശരിയാവും, പമ്പിങ് ശരിയാവും, വയറ് കുറയും, ആരോഗ്യം ഉണ്ടാവും, ഇതൊക്കെ കിട്ടും. ഇതെല്ലാം കിട്ടും. ഇത് അള്ളാന്റെ ഓഫറാണ്. പക്ഷെ അതിനല്ല ഞാൻ നോമ്പെടുത്തത്. ഡോക്ടറെ ക്ലാസ് കേട്ടിട്ട് 60 വയസ്സുള്ള ഒരു ഉപ്പാപ്പ കഴിഞ്ഞ വർഷം വരെ നോമ്പെടുത്തിട്ടേ ഇല്ല. വയസ്സനായതുകൊണ്ട് നോമ്പെടുത്തിട്ട, എടുക്കണ്ട. പക്ഷെ ഡോക്ടർ ക്ലാസ് കേട്ടപ്പോൾ നീയത്ത് ചെയ്തു, ഇൻഷാ അല്ലാഹ് ഈ മാസം 30 ഞാൻ നോമ്പെടുത്തിരിക്കും, എന്തു വന്നാലും വേണ്ടില്ല. കാരണം ഡോക്ടർ അങ്ങനെ ആരോഗ്യം കിട്ടും എന്ന് പറയുന്നുണ്ട്. 30 എടുത്താലും ലിസ്റ്റിലൊന്നും സ്വായിമാവൂല. ഫീ സബീലില്ലാഹ്. അള്ളാന്റെ തൃപ്തിക്ക്, അള്ളാന്റെ പൊരുത്തത്തിന്, അവന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ 70 വർഷത്തെ വഴിദൂരം അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് ദൂരെയാക്കും. അങ്ങനെ ഒരു മാസം നോമ്പെടുക്കുന്നവന്റെ കഥ എന്തായിരിക്കും? അങ്ങനെ ജീവിതത്തിൽ കിട്ടിയ റമദാനുകളെല്ലാം നോമ്പെടുത്ത മുഅ്മിൻ എവിടെയായിരിക്കും? നരകം എവിടെയായിരിക്കും? അത്ര വലിയ ഇബാദത്താണ് നോമ്പ്, ചില്ലറ സംഗതിയല്ല. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം, പരിശുദ്ധ റമദാനിന്റെ മറ്റൊരു പ്രത്യേകത നിർത്തി ഇൻഷാ അല്ലാഹ്. ഈ മാസത്തിൽ അള്ളാഹു ഒരു രാത്രിയെ ഫിറ്റ് ചെയ്തു. ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ. 1000 മാസത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു രാത്രിയെ അള്ളാഹു ഈ മാസത്തിൽ ഫിറ്റ് ചെയ്തു. ആദ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര വർഷം നോമ്പെടുത്തിട്ടുണ്ട്? ഏകദേശം നിങ്ങൾ ഉറക്ക് പോകാൻ വേണ്ടി ചോദിച്ചതാ. എത്ര വർഷമായിരിക്കും? 8 അല്ല. ഉളവണ്ണയിലെ ഉലമാക്കൾക്ക് ഇഖ്തിലാഫാത്ത് വന്നിരിക്കുന്നു. 9. ഹിജറ 2-ാം വർഷം നോമ്പ് നിർബന്ധമായി. 2, 3, 4, 5, 6, 7, 8, 9. അടുത്ത വർഷം അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി. 10-ാം വർഷം ജീവിച്ചു, പക്ഷേ റമദാൻ എത്തുന്നതിന് റബീഉൽ അവ്വലിൽ വഫാത്തായി. 9 വർഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തു. ആദ്യ വർഷം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് റമദാൻ മുഴുവൻ ഇഅ്തികാഫിരുന്നു. ആദ്യം 1 തൊട്ട് 20 വരെ ഇരുന്നു. ആദ്യം 20-ന് എല്ലാവരും പിരിഞ്ഞുപോയി. അന്ന് രാത്രി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം ചെയ്തു, ഇന്നലെ വരെ എൻ്റെ കൂടെ ഇരുന്നവർ ഇന്ന് തൊട്ട് അവസാനം വരെ ഇരിക്കണം, അവസാനത്തെ 10-ലായിരിക്കുമെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ. റമദാനിന്റെ അവസാനത്തെ 10-ൽ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ കാത്തിരിക്കുക. ലാസ്റ്റ് 10-ൽ, അതും എപ്പോൾ? അവസാനത്തെ 10-ന്റെ ഒറ്റയിട്ട രാത്രി. ഇവിടെ നമ്മൾ വലിയ ബുദ്ധിയുള്ള മനുഷ്യന്മാരല്ലേ, നമ്മളെ ബുദ്ധി കുറച്ച് കൂടുതലാണ്. നമ്മളിങ്ങനെ ചെയ്തിട്ട് ഒറ്റയിട്ട രാത്രി എന്ന് പറയുമ്പം കോഴിക്കോട് നിന്ന് അമേരിക്കയിലും പിന്നെ എവിടെയാ സമയ വ്യത്യാസമുള്ള എവിടെ? സൗദിയിലോ? നമുക്കറിയില്ല. അല്ലാഹു അഅലം. നമ്മളോട് പറഞ്ഞെന്താ? ഒറ്റയിട്ട രാത്രിയിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ. നീ എവിടെയാണോ താമസിക്കുന്നത് ആ രാജ്യത്ത് എപ്പോഴാണോ ഒറ്റയിട്ട രാത്രി അന്ന് നീ നോക്കിക്കോളും. അമേരിക്കക്കാരൻ്റെ നീ ചിന്തിക്കണ്ട, അത് അവരോ അള്ളാഹു ആയിട്ടായിക്കോളൂ. ശൈത്താൻ വെറുതെ നമ്മുടെ നഫ്സിലെ ചില പ്രശ്നങ്ങളാണ്. അതിനെപ്പറ്റി അതിനെപ്പറ്റി ചർച്ച, അതിനെപ്പറ്റി വാഗ്വാദങ്ങൾ, അതിനെപ്പറ്റി സംവാദങ്ങൾ. എന്തിനതിൻ്റെ ആവശ്യം? നമ്മൾ പറകണ്ടു, നോമ്പ് തുടങ്ങി. എപ്പോഴാണ് ഒറ്റയിട്ട രാത്രി നമുക്കറിയാം. പ്രതീക്ഷയോടെ തഹറൗ. അതേത് രാത്രിയാണ് എന്ന് കൃത്യമായ അറിവ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് പറയാൻ വേണ്ടി ആവേശത്തോടെ ഓടി വരുമ്പോൾ ഉണ്ട് രണ്ട് സഹാബാക്കൾ തമ്മിൽ തർക്കം, അടി. അത് പിരിക്കാൻ വേണ്ടി ഇടപെട്ടു. ആ ഇടപെടലിൽ ആ ഇൽമു ഉയർത്തപ്പെട്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ പിണക്കവും തർക്കവും നിങ്ങൾക്കൊരു വലിയ ഖൈറ് നഷ്ടപ്പെടുത്തി. ഉലമാക്കൾ പറഞ്ഞു ഹദീസ് വെച്ചിട്ട്, തർക്കവും പിണക്കവും ഖൈറുകളും ബർക്കത്തുകളും നശിക്കാനുള്ള കാരണമായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. എവിടെ? പള്ളിയിൽ. എന്തുകൊണ്ട് പള്ളിയിൽ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും റസൂലുള്ളാഹിന്റെ ഭാര്യമാര് വരെ പള്ളിയിലാണ് പ്രതീക്ഷിച്ചു വന്നിരുന്നത്, ഇഅ്തികാഫിരുന്നത്. റസൂലുള്ളാഹിന്റെ പുര എവിടെയാ? മദീനത്ത്. പള്ളിയും വീടും തമ്മിൽ എത്ര ഗ്യാപ്പുണ്ട്? ഒരു കർട്ടന്റെ ഗ്യാപ്പ്. എന്നിട്ട് അതിന്റെ അപ്പുറത്ത് പോയിട്ട ഇപ്പുറത്ത് വന്നിരുന്നു, പൂർണ്ണമായും രാവും പകൽ. ഒരു മക്കൾ പറഞ്ഞു, അതുകൊണ്ട് റമദാനിന്റെ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ 10 മുഴുവനുവാൻ. അതാണ് അക്മൽ, ഏറ്റവും പൂർണ്ണമായ രീതി. അതിന് സാധിക്കുന്നില്ലെങ്കിൽ എപ്പോഴാണോ സാധിക്കുക അപ്പം. ഒന്നുമില്ലെങ്കിലും ഒറ്റയിട്ട രാത്രികളിലെങ്കിലും പള്ളി ഹയാത്താവണം. ഒറ്റയിട്ട രാത്രിയിലെങ്കിലും. എന്തുകൊണ്ടാണെയോ? മൻ ഹറുമ ഖൈറുഹാ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ രാത്രിയുടെ ഖൈർ ആർക്കെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ, നഷ്ടപ്പെട്ടു പോയാൽ, ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലു, അവന് എല്ലാ ഖൈറും നഷ്ടപ്പെട്ടിരിക്കും. അടുത്തൊരു കൊല്ലത്തേക്കുള്ള നമ്മുടെ റിസ്ക്, റേഷൻ തീരുമാനിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. അന്ന് ഇബാദത്തിലായിരിക്കണം. അന്ന് തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും. വറൂഹു, ചീഫ് ഗസ്റ്റ് ജിബ്രീൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹൈലൈറ്റിലുള്ളത്, മിഠായി തെരുവിലുള്ളത്. ജിബ്രീൽ വന്ന് ഇബാദത്തിൽ പങ്കെടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ലാസ്റ്റ് 10 ഇഅ്തികാഫ് സുന്നത്താണ്, പള്ളികളിൽ നടപ്പിലാവണം. അതിനു വേണ്ടി വന്നിരിക്കണം. കഴിവിന്റെ പരമാവധി ഇബാദത്തുകളിൽ മുഴുകണം. ഖുർആനോത്തിലായി, ദുആയിലായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം നവവി റഹ്മഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞു കാണാം, ഏകദേശം 83 അല്ലെങ്കിൽ 84 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത കൂലിയാണ് ഒറ്റ രാത്രി കൊണ്ട് കിട്ടാൻ. ഖൈറുൻ മിൻ അൽഫി ശഹർ. നഷ്ടപ്പെടുത്തരുത്. ഇതുവരെ അള്ളാഹു തന്ന റമദാനുകളിലും ലാസ്റ്റ് 10കളെയും ലൈലത്തുൽ ഖദറുകളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിയവന്റെ എല്ലാം കൂലി എത്രയായിരിക്കും? അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അന്ന് പ്രത്യേകം പറയാനുള്ളൊരു ദുആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായിരിക്കും? അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഏറ്റവും പ്രധാനപ്പെട്ട ദുആ. അറഫയിൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ദുആ ആണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനാ പറഞ്ഞത്. അതേ ഉള്ളൂ. അത് ദിക്ർ പറയാ, പിന്നെ ദുആ ചെയ്യാ, അത് ദിക്ർ പറയാ, പിന്നെ ദുആ ചെയ്യാ. അതേപോലെ ലാസ്റ്റ് 10 അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നി, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്ത അല്ലാഹ്. റമദാൻ തീരുമ്പോഴേക്കും നമ്മുടെ ഖൽബിന് ബോധ്യമാവണം, ഒരു സമാധാനം, ഒരു റാഹത്ത് വരണം. ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, നഷ്ടപ്പെടുത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും പറഞ്ഞത് എനിക്ക് അമൽ ചെയ്യാനാണ്, നിങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള പ്രേരണയാവാനാണ്. അമലില്ലെങ്കിൽ ഇതൊന്നൊരു കാര്യമില്ല. നഷ്ടപ്പെട്ടവർക്ക് നഷ്ടമായി, ഉപയോഗപ്പെടുത്തിയവൻ നാളെ ആഖിറത്തിൽ സന്തോഷിക്കും, അല്ലാത്തവൻ കൈകടിക്കും. ഇതിലൊന്നും പെട്ടൂടാ. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. സലാമത്തോടെ അള്ളാഹു റമദാനിൽ നമ്മുടെ ആഫിയത്തിനെ നീട്ടിത്തരട്ടെ, ആയുസ്സിനെ നീട്ടിത്തരട്ടെ. കിട്ടിയ റമദാനിനെ കഴിവിൻ്റെ പരമാവധി മനോഹരമായി ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പാപങ്ങൾ മാപ്പ് ചെയ്യപ്പെട്ടവരായി, തൗബ സ്വീകരിക്കപ്പെട്ടവരായി, അള്ളാഹുവിൻ്റെ ദർബാറിൽ ഉന്നത സ്ഥാനങ്ങളിൽ പേര് ചേർക്കപ്പെട്ടവരായി നമ്മളൊക്കെ അള്ളാഹു ഖബൂലാക്കട്ടെ. തടസ്സങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ, മറ്റു പ്രതിബന്ധങ്ങളില്ലാതെ പരിശുദ്ധ റമദാനിനെയും റമദാനിൻ്റെ ദിവസങ്ങളെയും രാവുകളെയും പകലുകളെയും ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നല്ല തൗഫീഖ് തരട്ടെ. ഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക്
أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.